ഇങ്ങനെ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ഉള്ളപ്പം വരുമ്പോൾ ഉള്ള ചെറിയ ചെറിയ പരാതികളാണ് ഈ വലിയ പരാതിയായിട്ട് പലരും പറയുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ തിരിച്ച് പറയാൻ തോന്നുന്നത്, കഴിഞ്ഞ ദിവസത്തെ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തന്നെ തിരിച്ച് പറയാൻ തോന്നുന്നത്, വിത്തിൻ 1 ഇയർ ഈ ബാച്ച് ഇറങ്ങി വിത്തിൻ 1 ഇയർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അത്രയും സ്ട്രിഞ്ചൻറ്റ് റൂൾസിലാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ UGC നടത്തുന്നത്. ഇതിനകത്ത് യാതൊരുവിധ ഡൈല്യൂഷനോ ക്വാളിറ്റി ഡൈല്യൂഷനോ ഒന്നുമില്ല. മറ്റുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ അക്കാഡമിക് കൗൺസിൽ പാസ്സായി സിലബസ് പാസ്സാക്കി കഴിഞ്ഞാൽ അവർക്ക് പിറ്റേന്ന് ക്ലാസ് തുടങ്ങും. അതെ. പിന്നെ അതുമല്ല ഏത് ഡിഗ്രി ഉള്ളവർക്ക് അവിടെ ഏത് PGക്കും ജോയിൻ ചെയ്യാം. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി, അതായത് ഒരു PG UG ബാച്ച് ഇറങ്ങി. അപ്പം നമ്മളൊന്ന് സ്റ്റെബിലൈസ് ആയി വരുന്നുണ്ട്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി രീതിയിലാണ് ചെയ്യുന്നത്. ഇത്തവണ കലോത്സവത്തിൽ നമ്മൾ ഈ മിക്ക ഐറ്റംസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ എല്ലാ കൺസേഴ്സും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒളിച്ചോടുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ എല്ലാ മക്കളോടുമായിട്ടാണ് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞങ്ങൾ അക്കാഡമി നിങ്ങളിലേക്ക് തരാൻ പോകുന്നത്. ബിക്കോസ് ഇന്ന് ഞങ്ങളുടെ മുന്നിലൂടെ എത്തിയിട്ടുള്ളത് ഭയങ്കരമായ ഒരു വിശിഷ്ട അതിഥിയാണ്. ഞാൻ ഇത്രയും പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല യൂണിവേഴ്സിറ്റീസിലും പല VCA നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന സമയത്ത് ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് തന്ന ഒരു VCയെ പറ്റി പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാചാലനായി പോകുന്നത്. ആദ്യം ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം, എന്നിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്കിതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ പോവുകയുണ്ടായി. പോയ സമയത്ത് എന്നെ ഏറ്റവും അമ്പരിപ്പിച്ചൊരു കാര്യം, സാധാരണ ഒരു VCയെ കാണാൻ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു സർക്കാർ നടപടികളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെന്ന സമയത്ത് തന്നെ സാറിനെ കാണാനുള്ള പെർമിഷൻ കിട്ടുകയും സാറ് വളരെ വെൽക്കമിങ് ആയിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഒരു സാധാരണക്കാരായ ഞങ്ങളോട് വളരെ വെൽക്കമിങ് ആയിട്ട് സാറ് സ്വീകരിക്കുകയും സാറ് പറഞ്ഞൊരു കാര്യം, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനകീയ യൂണിവേഴ്സിറ്റിയാണ്, അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുകയും അത് കഴിഞ്ഞ ഉടനെ സാറിൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് എനിക്ക് തരികയാണ്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു, ഞങ്ങൾ ഓരോരുത്തർക്കും സാറ് തരികയാണ്. അത് തന്നെ അത്ഭുതപ്പെടുത്തി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രമായിരിക്കും ഇത് എന്ന് ചോദിച്ച സമയത്ത് സാറ് പറഞ്ഞ കാര്യം, ഞാൻ എൻ്റെ എല്ലാ കുട്ടികൾക്കും നേരിട്ടാണ് ഈ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നത്. കാരണം ഒരു കുട്ടി പോലും ബുദ്ധിമുട്ടാൻ പാടില്ല, എന്നെ നേരിട്ട് വിളിച്ചോട്ടെ, എന്നെ കൊണ്ട് കഴിയാവുന്ന ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തിത്വമാണ് സത്യം പറഞ്ഞ എൻ്റെ കൂടെ ഉള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. സാറിനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുകയാണ് സത്യം പറഞ്ഞ സാറേ. ഇപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അക്കാഡമിയോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളാൽ കഴിയുന്ന വിധം സാറിൻ്റെ അടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. സാറിൻ്റെ അഭിപ്രായങ്ങളും അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സാറ് തരുന്നതായിരിക്കും. സോ നമുക്ക് അതിനു മുമ്പ് സാറിനെ ഒന്ന് കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, സാർ എന്താണ്, സാറിൻ്റെ പൊസിഷൻസ് എങ്ങനെയൊക്കെയാണ്, സാർ ഇവിടെ നിന്നാണ് സാറിൻ്റെ യാത്ര എന്നൊന്ന് പറഞ്ഞു തുടങ്ങിയാൽ വളരെ സന്തോഷം. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ബേസിക്കലി എഞ്ചിനീയറാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്. അത് കഴിഞ്ഞ് ഞാൻ MTech ഇലക്ട്രോണിക്സ് ചെയ്ത്, പിന്നെ MBA ചെയ്തു. IIT ഞാൻ PH ചെയ്തേക്കുന്ന ഖർഗ്പൂർ IIT എന്ന്. ഞാനൊരു ഇൻ്റർഡിസിപ്ലിനറി മൾട്ടിഡിസിപ്ലിനറി ആളാണ് പണ്ട് മുതലേ. ഇപ്പോഴാണ് എല്ലാവരും കേട്ടു തുടങ്ങുന്നത്. ഞാനൊരു 30 വർഷം മുമ്പ് ഇൻ്റർഡിസിപ്ലിനറി മൾട്ടിഡിസിപ്ലിനറി ഇംപ്ലിമെൻറ്റ് ചെയ്ത ആളാണ്. കാര്യം എൻ്റെ എല്ലാ ഡിഗ്രിയും ഡിഫറെൻറ്റ് ഡിസിപ്ലിനാണ് പണ്ട് മുതലേ. പിന്നെ ഞാൻ ആദ്യമേ TK എഞ്ചിനീയറിംഗ് കോളേജിൽ 11.5 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മാനേജ് സ്റ്റഡീസിലോട്ട് വന്നത്. അപ്പോൾ അവിടെ 24 വർഷത്തോളം വർക്ക് ചെയ്തു. മൊത്തം ഇപ്പോൾ ഏകദേശം 36 വർഷത്തോളം ടീച്ചിങ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്. സാർ ഈ ഡിഫറെൻറ്റ് ഡിഗ്രീസ് എന്ന് പറഞ്ഞല്ലോ സാർ, അപ്പോൾ എല്ലാ ഡിഗ്രീസ്, ഒരുപാട് ഡിഗ്രീസ് സാറിൻ്റെ എടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒന്ന് അതിനെ പറ്റിയുള്ളൊരു അല്ല, അത് മെയിനായിട്ട് ഡിഗ്രി, പിന്നെ കുറേ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ചാർട്ടേഡ് എഞ്ചിനീയറാണ്. ഓക്കെ. IEയുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെതും, IET ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, പിന്നെ IISc എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഒരു പ്രൊഫഷണൽ ബോർഡിന്, അതിൻ്റെയൊക്കെ ചാർട്ടേഡ് എഞ്ചിനീയർ. അത് എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്യണം. ഞാൻ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. ഓക്കെ. സ്കൂൾ ഓഫ് മാനേജ് സ്റ്റഡീസിൻ്റെ ഡയറക്ടർ, കേരളത്തിലെ ഏറ്റവും നല്ല മാനേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൂൾ ഓഫ് മാനേജ് സ്റ്റഡീസിൻ്റെ ഡയറക്ടറായിരുന്നു. ഇവിടുത്തെ സീനിയർ പ്രൊഫസറായിട്ടാണ് ഞാൻ റിട്ടയർ ആയത്.
സാർ എങ്ങനെയാണ് ശരിക്കും ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചാൻസലർ സ്ഥാനത്തേക്ക് എത്തുന്നത്? അത് ഗവർണർ നിയമിച്ചതാണ്. സാർ ഓൾറെഡി സാർ പ്ലാൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നമുക്ക് മെറിറ്റ് ഉണ്ടല്ലോ, മെറിറ്റ് ഉണ്ട്, മെറിറ്റ് വെച്ചിട്ട് ഗവർണർ നിയമിച്ച ഓർഡർ വന്നത് തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള സാറേ, 2022 സ്റ്റാർട്ട് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി, അതിന് തലപ്പത്തേക്ക് എത്തുന്ന രണ്ടാമത്തെ ആളാണ് സാറെന്നാണ് എൻ്റെ ഒരു അപ്പോൾ അവിടേക്ക് എത്തിയ സമയത്ത് സാറ് നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അതിന് മുമ്പേ ഞാൻ അത് പറയണമെങ്കിൽ നിങ്ങൾ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്തോന്ന് അറിയണം. അതെ, അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മറ്റുള്ള യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ എല്ലാം കൂടെ ഒരു അംബ്രല്ലയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി കേരള ഗവൺമെൻറ് ആക്ട് പ്രകാരം നിയമിച്ച ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി. നമ്മൾ നടത്തുന്ന എല്ലാ പ്രോഗ്രാമിനും UGC പ്രോഗ്രാം അല്ല, UGCയുടെ അംഗീകാരമുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ ഓഫർ ചെയ്യുന്ന ഡിഗ്രിക്ക് മറ്റുള്ള ഏത് ഇന്ത്യയിൽ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും ഏത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഡിഗ്രിക്ക് ഇക്വലൻ്റ് ഉണ്ട്, ഒരു ഡിഫറൻസും ഇല്ല. അത് ജോലിക്കായാലും ഹയർ എഡ്യൂക്കേഷൻ ആയാലും വെളിയിൽ പോകാൻ ഈ എമിഗ്രേഷൻ പർപ്പസിനായാലും എല്ലാം ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. അതാണ് സ്ഥിരം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫേസായിട്ട് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന പ്രൈവറ്റൈസേഷൻ നടത്തുന്ന എല്ലാ പ്രോഗ്രാമും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 31 പ്രോഗ്രാം ഇപ്പം നമ്മുടെ ആൾറെഡി നമ്മൾ UGC അപ്രൂവോടെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതിലൊരു സൈക്കോളജി മാത്രം ഒരു ചെറിയ UGCയുടെ അപ്രൂവലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഈ വർഷം 30 പ്രോഗ്രാമാണ് നമ്മൾ ചെയ്ത. കഴിഞ്ഞ വർഷം വരെ 31ഓളം. പുതുതായിട്ട് നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ഫേസായിട്ട് നമ്മൾ പുതിയ ഇതിലോട്ട് പോകും. അതായത് ഇന്നോവേറ്റീവ് പ്രോഗ്രാം, ഇപ്പം നീഡ് ഓഫ് ദ ഡേക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം. അതായത് ഇപ്പം കഴിഞ്ഞ തവണ നമ്മൾ ഡേറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് തുടങ്ങി. ഈ വർഷം മൾട്ടിമീഡിയ, MSW അതുപോലുള്ള പിന്നെ കുറേ പ്രോഗ്രാം പൈപ്പ് ലൈനിലുണ്ട്. UGC അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഓരോന്ന് ഓഫർ ചെയ്യും. ഇക്കൊല്ലം വല്ല ഞങ്ങൾ സയൻസും കൂടെ തുടങ്ങാൻ പോകും. അതായത് ഫസ്റ്റായിട്ട് MSc മാത്തമാറ്റിക്സ് അടുത്ത വർഷം നമ്മൾ തുടങ്ങുന്നുണ്ട്. ബാക്കി സബ്ജക്റ്റ് എല്ലാം സയൻസ് സബ്ജക്റ്റ് നമ്മൾ തുടങ്ങും. കൂടാതെ നമ്മൾ BCA കൊടുക്കുന്നുണ്ട്, MCA ആൻഡ് MBA ഇപ്പം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഈ സയൻസ് സബ്ജക്റ്റിൽ സാറ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് ലാബിൻ്റെ ഒരു പ്രശ്നം കുട്ടികൾക്ക് അതാണ്. ആദ്യമേ നമ്മൾ MSc മാത്തമാറ്റിക്സ് ആകുമ്പോൾ ലാബ് വരുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് ഫിസിക്സും കെമിസ്ട്രി ആക്കുമ്പോൾ നമുക്ക് LSCകളുണ്ട്. കേരളം ഒട്ടുക്ക് 45 ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ്, അതെല്ലാം എയ്ഡഡ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ലാബ് ഉണ്ടല്ലോ, ആ ലാബ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ സ്വന്തം ഫെസിലിറ്റീസ് വെച്ചിട്ടല്ലേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നമ്മളിതുപോലെ മറ്റുള്ള ഗവൺമെൻറ് ഔട്ട്സോഴ്സ് അല്ല, നമ്മുടെ ഗവൺമെൻറ് സെക്ടർ അപ്രൂവ്ഡ് ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ചാർജ് എടുക്കുമ്പോൾ 22 എണ്ണമുള്ളായിരുന്നു. ഇത്തവണ സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റും ചില കുട്ടികൾ ഞാൻ പറഞ്ഞു നിങ്ങളെ പറഞ്ഞാണ് ബുദ്ധിമുട്ടൊക്കെ പോയി വരാനൊക്കെ വന്നപ്പോൾ നമ്മൾ കുട്ടികളുടെ എണ്ണം അനുസരിച്ചിട്ട് 45 LSC ആയി. അപ്പം ഏകദേശം കുട്ടികളുടെ അടുത്തോട്ട് നമ്മൾ ചെല്ലുവാണ് കൂടുതൽ. അപ്പം കൂടുതൽ കുട്ടികൾ കൂടുമ്പോൾ കൂടുതൽ LSC കൂടുമ്പോൾ കുട്ടികൾക്ക് ഈസി ആയിട്ട് വന്ന് പഠിക്കാനും മെറ്റീരിയൽ കളക്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യം ചെയ്യുന്നു. ഇപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ഡബിളാക്കി. ഓ ഫൈൻ. ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അടുത്ത വർഷം നമ്മളിപ്പം നമ്മൾ കുട്ടികളെ റിക്വസ്റ്റ് വരുന്നിടത്ത് ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ 2 എണ്ണം തൊടുപുഴ എൻ്റെ അവിടെ ഇല്ല. അപ്പോൾ ഇന്നലെ തന്നെ സിൻഡിക്കേറ്റിൽ ഞാനൊരു നോട്ട് കൊടുത്തിട്ട് അവിടെ ഒരു കോളേജ് കൺസേൺ പൊന്നാനി അവിടെ നമ്മുടെ ഒരു കോളേജ് ആൾറെഡി ഒരു കോളേജ് നമുക്ക് വില്ലിങ്നെസ് തന്നിട്ട് ഇപ്പോൾ അവർ ലാസ്റ്റ് മിനിറ്റ് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞ് മാറി. ഇപ്പം നമ്മൾ പുതിയൊരെണ്ണം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരൂരൊക്കെ ഇത്തിരി ഡിസ്റ്റൻസ്. അപ്പം അതുപോലെ നമ്മൾ ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കുട്ടികളെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യും. നമ്മൾ ഇത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മോഡലാണ്. മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ അങ്ങോട്ട് ചെല്ലണം, ഞങ്ങൾ കുട്ടികളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്ന് അവിടെ എന്താണ് അതിനനുസരിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. കുട്ടികളുടെ കൺവീനിയൻസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ 3 വർഷം തുടങ്ങിയുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഴ്ചകളൊക്കെ നടന്നു തുടങ്ങാൻ പറ്റുന്ന കുട്ടികൾ നടന്നു തുടങ്ങുമ്പോഴുള്ള വീഴ്ചകൾ പോലെ ഞങ്ങൾ ശൈശവാവസ്ഥയിലല്ലേ വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സ്റ്റെപ്സും എടുത്ത് കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പോരാങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവോൾവ് ചെയ്ത് വരും. ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ഇവോൾവ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഓവർനൈറ്റിൽ 100% പെർഫെക്ഷനോടെ നമുക്ക് ഒരിക്കലും ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി, അതായത് ഒരു PG UG ബാച്ച് ഇറങ്ങി. അപ്പം നമ്മളൊന്ന് സ്റ്റെബിലൈസ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഫേസ് ചെയ്ത് ചില പ്രോബ്ലംസ് തീർച്ചയായും. ഈ പ്രോബ്ലംസ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഹെട്രോജീനിയസ് ഗ്രൂപ്പാണ്. അതായത് 18 വയസ്സ് തൊട്ട് 83 വയസ്സ് വരെ അവിടെ പഠിക്കുന്നു. അതിൽ ഈ റെഗുലർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 40 to 50% റെഗുലർ കോളേജിൽ പഠിക്കുന്ന അതേ കാറ്റഗറി ഏജ് ലിമിറ്റുള്ള കുട്ടികളുണ്ട്. അതുകൂടാതെ വർക്കിംഗ് ക്ലാസ് ഉണ്ട്, വീട്ടമ്മമാരുണ്ട്,
പിന്നെ തമാശയ്ക്ക് പഠിക്കുന്നവരുണ്ട്, നേരത്തെ ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ അവസരം വന്നാൽ പഠിക്കുന്നവരുണ്ട്, പിന്നെ റിട്ടയർ ആയിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പം തൊട്ടടുത്തൊരു LSC ഉണ്ടെങ്കിൽ അന്ന് ഒരു ഡിഗ്രി എടുത്ത് കളയാം, ഞായറാഴ്ചകളിൽ പോയാൽ മതി. ഇങ്ങനൊരു ഹെട്രോജീനിയസ് ഗ്രൂപ്പാണ്. അപ്പം റെഗുലർ കോളേജ് ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു ഡിമാൻഡേ ഉള്ളൂ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഒരു എക്സാം വരണമെങ്കിൽ നമ്മളൊരു നോട്ടീസ് മാത്രം ഇട്ടാൽ മതി. ശരിയാണ്. ഫെസിലിറ്റീസ് അവർ സ്വന്തം ബേസിൽ. അപ്പം നമ്മൾ ഫെസിലിറ്റീസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓരോ കോളേജിനെ, മനസ്സിലായില്ല. അപ്പോൾ ഈ 100 പേരുണ്ടെങ്കിൽ 100 ഡിമാൻഡാണ്. അപ്പം നമ്മളൊരു മിഡ് വേ കൂടെ പോകുമ്പോൾ ചില കുട്ടികൾക്ക് ചില ബുദ്ധിമുട്ട്, അതാണ് ഈ പരാതി എന്ന് പറയുന്ന കാര്യം. തീർച്ചയായും. ഇപ്പോൾ റെഗുലർ സ്റ്റുഡൻസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ നമുക്ക് ടൈം ബൗണ്ടായിട്ട് നമുക്ക് പാസ്സാക്കി വിടണം. അപ്പം മറ്റൊരു പറഞ്ഞ് ഞങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കാൻ വന്നാൽ നമുക്ക് സമയം വേണം. ഇങ്ങനെ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ഉള്ളപ്പം വരുമ്പോൾ ഉള്ള ചെറിയ ചെറിയ പരാതികളാണ് ഈ വലിയ പരാതിയായിട്ട് പലരും പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് വീഴ്ചകൾ തുടങ്ങിയ സമയത്ത് വന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ പോകുമല്ലോ. തീർച്ചയായും കുറച്ച് പഠിച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എല്ലാ കൺസേഴ്സും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒളിച്ചോടുന്നൊന്നുമില്ല. തീർച്ചയായും എല്ലാ മിസ്റ്റേക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് കുട്ടികൾ എന്ത് പരാതി പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ അവർക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മൾ പല വേദികൾ കൊടുത്തിട്ടുണ്ട്. അതെ, ഞങ്ങളത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലായി സാർ. സത്യം പറഞ്ഞാൽ പുറത്തു നോക്കുന്നത് പോലെയല്ല. അതെ, ഞങ്ങളൊന്ന് സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവിടെയുള്ള ഡിസ്കറേജ് ചെയ്യുക ഒരിക്കലും ചെയ്തിട്ടില്ല. ഞങ്ങളവിടെ വന്നപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ എന്താണ് നടക്കുന്നതെന്നുള്ള വ്യക്തമായ ധാരണ അത് ഈ പൊതുജനങ്ങൾക്ക് അറിയത്തില്ല. എന്തോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഓപ്പൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ തട്ടിക്കൂട്ടി ഒരു എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പരീക്ഷ നടത്തുന്നതാണോ, അവർ മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ നടത്തുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ UGC 3 മോഡെ അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ഓപ്പൺ എഡ്യൂക്കേഷൻ ഞങ്ങൾ നടത്തുന്ന ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഒന്ന് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഇപ്പം MG യൂണിവേഴ്സിറ്റിയൊക്കെ കണ്ടില്ലേ, അത് അവർക്ക് നാക്കിന് സ്കോർ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ നടത്താം. പ്രൈവറ്റ് രജിസ്ട്രേഷൻ പോലെ. പ്രൈവറ്റ് രജിസ്ട്രേഷൻ അത് വേറെ. പിന്നെ റെഗുലർ കോളേജ്, ഇത് 3 മോഡിൽ പഠിക്കുന്ന ഡിഗ്രിക്ക് ഇന്ത്യയിൽ വാലിഡിറ്റി ഉള്ളൂ. വേറെ ഏത് മോഡിൽ പഠിച്ചാലും അത് വാലിഡിറ്റി ഇല്ല. ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോഡേ ഇല്ല, അതൊരു ഇൻവാലിഡ് മോഡാണ്. ആ പഠിച്ച കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ശരിക്കും ഇൻവാലിഡ്. അത് പല കുട്ടികൾക്കും അറിയാതെ ചെന്ന് പെട്ടുപോകുന്നുണ്ട്. അത് ഇവർ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യത്തൊന്നും. പിന്നെ പലയിടത്തും ഈ യൂണിവേഴ്സിറ്റിയൊക്കെ പേര് കാണുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ച് പലയിടത്തും അപ്രൂവൽ കൊടുക്കുന്നതെന്നേ ഉള്ളൂ. അതൊരു പിന്നെ ഒരു ലേറ്റർ സ്റ്റേജിലൊരു വെരിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഇത് വാലിഡ് അല്ലാന്നുള്ളത്. ഈ 3 മോഡാ വാലിഡ് ഉള്ളു. ഞാൻ പറയുന്നത് ആരും എഗൻസ്റ്റ് ഒന്നുമല്ല, ഞാൻ പറഞ്ഞ റൂളാണ് പറഞ്ഞത്. ഐ എം നോട്ട് എഗൻസ്റ്റ് എനി യൂണിവേഴ്സിറ്റി ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ വാട്ട് ഐ എം ടെല്ലിങ് ഈസ് ദ റൂൾ. പ്രസൻറ്റ് റൂൾ വെച്ച് ഈ 3 മോഡിൽ പഠിക്കുന്നു. ഇപ്പം ഞാൻ പറയാം, പല തമിഴ്നാട്ടിലുള്ള പല യൂണിവേഴ്സിറ്റിയുടെയൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ല, ഇക്വലൻസി കിട്ടുന്നില്ല. തീർച്ചയായും പേര് പറയാൻ പാടില്ലല്ലോ, ഞാനൊന്നും പറയുന്നില്ല. പല യൂണിവേഴ്സിറ്റിയുടേതും ഡിഗ്രീസൊക്കെ ഇൻവാലിഡാണ്. അവർക്ക് പഠിച്ച് അത് ഏറ്റവും കഷ്ടമെന്ന് തോന്നിയിട്ടില്ല പാവപ്പെട്ട കുട്ടികൾ. തീർച്ചയായും അവർ ഈ പല ഏജൻസിൽ കുറഞ്ഞ ഫീസിൽ ഇത് ഓഫർ ചെയ്യുമ്പോൾ അവർ പോയി പെട്ടുപോയ ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ട്. കുറഞ്ഞ ഫീസ് മാത്രമല്ല, പഠിക്കാനുള്ള തട്ടിക്കൂട്ടി കൊടുക്കുക. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ഒന്ന് പറയാം, അതായത് നമ്മളൊരു പ്രോഗ്രാം തുടങ്ങണമെങ്കിൽ നമ്മളൊരു സിലബസ് ഉണ്ടാക്കി ബോർഡ് ഓഫ് സ്റ്റഡീസും ഫാക്കൽറ്റിയും അക്കാഡമിക് കൗൺസിലും കൂടി ഇതിൻ്റെ കംപ്ലീറ്റ് സിലബസ് ഉണ്ടാക്കി അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി മീറ്റിലുണ്ടാക്കി UGCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അടങ്ങുന്ന ഒരു ഹൈപ്പർ കമ്മിറ്റി ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഇൻ്റർഫേസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രോഗ്രാം തുടങ്ങാൻ പറ്റൂ. അതൊന്ന്. 2, ഓരോ പ്രോഗ്രാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് 3 UGC ക്വാളിഫൈഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിനെ നമ്മൾ നിയമിക്കണം. മനസ്സിലായില്ല? ഓരോ കോഴ്സിനും. പിന്നെ ഒരു പുതിയതായിട്ടൊരു കോഴ്സ് തുടങ്ങണം ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതും UGC ക്വാളിഫൈഡ് PhD നെറ്റൊക്കെ ഉള്ളവർക്കേ നമുക്കവിടെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു PG പ്രോഗ്രാം ചെയ്യുന്നെങ്കിൽ അഡീഷണലായിട്ട് 2 അധ്യാപകർ പിന്നെയും നിയമിക്കണം. പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പുതുതായിട്ട് എത്ര കോഴ്സ് ഉണ്ടെങ്കിലും ഈ 2 അധ്യാപകരെ നിയമിച്ചുകൊണ്ടിരിക്കണം. അത് അപ്രൂവൽ കിട്ടുന്നതിന് മുമ്പേ അവർ അപ്പോയിൻറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ജോയിനിങ് റിപ്പോർട്ടെല്ലാം UGC സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കോഴ്സ് തുടങ്ങാൻ പറ്റൂ. അത്രയും സ്ട്രിഞ്ചൻറ്റ് റൂൾസിലാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ UGC നടത്തുന്നത്. ഇതിനകത്ത് യാതൊരുവിധ ഡൈല്യൂഷനോ ക്വാളിറ്റി ഡൈല്യൂഷനോ ഒന്നുമില്ല. മറ്റുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ
ഈ അക്കാഡമിക് കൗൺസിൽ പാസ്സായി സിലബസ് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് പിറ്റേന്ന് ക്ലാസ് തുടങ്ങും. അതെ, സിലബസ് ഈ മെറ്റീരിയലൊന്നും ഇല്ലല്ലോ, പഠിപ്പിച്ചാൽ പോരെ. ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലാത്ത യൂണിവേഴ്സിറ്റി ഓക്കെ, മനസ്സിലായില്ല. അതാണ് ഇതിനകത്തുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് നമ്മൾ നടന്നത്. പോരാങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓരോ കോഴ്സിനും 2 അധ്യാപകർ നിയമിച്ചാണ്. അപ്പോൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി 5 അധ്യാപകരുണ്ടെങ്കിൽ അവർക്ക് 10 കോഴ്സ് ഒരു തുടങ്ങാം. അവിടെ നമ്മൾ എല്ലാവരും ധാരണ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ ഇങ്ങനെ നടത്തി പരിപാടിയാണ്. അതൊരു എന്തെങ്കിലുമൊക്കെ നടത്തി അതല്ല. നമ്മൾ സ്ട്രിഞ്ചൻറ്റ് വാല്യുവേഷനാണ്, എല്ലാം സ്ട്രിക്റ്റായിട്ട് തന്നെ. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അക്സസിബിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ല, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് കാരണം പാവപ്പെട്ട കുട്ടി ഇപ്പം പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മോഡൽ, ഒരു ബിസിനസ് മോഡലൊന്നുമല്ല. അതായത് പഠിക്കാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള പ്രോഗ്രാം. അപ്പം അതിനെന്താ ഞങ്ങൾ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒന്നാമത് TC ഒഴിവാക്കി. TC എന്ന് പറഞ്ഞ സംഭവം വേണ്ട. ഓക്കെ, അതെന്ന് വെച്ചാൽ ഈ പ്രായവരൊക്കെ TC ഒന്നും ഇനി എവിടെ പോയി തപ്പിയെടുക്കാൻ. പിന്നെ തുല്യതാ പരീക്ഷ അല്ലെങ്കിൽ +2 എഴുതി ആർക്കും അവിടെ ജോയിൻ ചെയ്യാം. ഏത് ഡിഗ്രിക്കും എവിടുന്ന് +2 എടുത്ത ഒരാൾക്ക് അപ്രൂവ്ഡ് ഡിഗ്രി ഉള്ള +2 എടുത്താലും തുല്യതാ പരീക്ഷയുള്ള ആർക്കും അവിടെ ഏത് UG പ്രോഗ്രാം അവർ ഇഷ്ടമുള്ള പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. അവിടെ മാർക്കിൻ്റെ ക്രൈറ്റീരിയ ഇല്ല, റിസർവേഷൻ്റെ പ്രോബ്ലം ഇല്ല, ഒരു ഇവാലുവേഷൻ ഇല്ല, ടെസ്റ്റ് ഇല്ല, എൻട്രൻസ് ഇല്ല. പഠിക്കാൻ താല്പര്യം മതി. പിന്നെ അതുമല്ല ഏത് ഡിഗ്രി ഉള്ളവർക്ക് അവിടെ ഏത് PGക്കും ജോയിൻ ചെയ്യാം. അതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി. ഇപ്പം പണ്ട് ചിലയിടത്തൊക്കെ MA എക്കണോമിക്സ് ആണെങ്കിൽ BA എക്കണോമിക്സ് ചെയ്യണ്ടേ? അതെ അതെ, തീർച്ചയായും. പക്ഷേ ഇത് ഏത് സ്ട്രീം ചെയ്ത MA ചെയ്യാം. BA അറബി അല്ലെങ്കിൽ ഹിന്ദി ചെയ്തവർക്ക് അവിടെ MCAക്ക് വരെ ജോയിൻ ചെയ്യാം. അപ്പോൾ അവർ ചിലപ്പം ഈ ഫോളോ ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് വരും. അപ്പം നമ്മളൊരു ബ്രിഡ്ജ് കോഴ്സ് നടത്തി അല്ലെ അഡീഷണൽ ക്ലാസ്സസ് നടത്തി അത് അവരുടെ ആ ഡിഫിക്കൽട്ടീസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു. പിന്നെ നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ ഇരട്ട ബിരുദം. അതായത് ഇപ്പം പണ്ട് ഇപ്പം എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു പയ്യൻ, അയാൾക്ക് ഈ സാഹിത്യത്തിലും മലയാളത്തിലും ഒക്കെ ചിലപ്പം താല്പര്യം കാണും, അല്ലെ സംസ്കൃതം. അപ്പോൾ അവർക്ക് ആ എൻജിനീയറിംഗ് ഡിഗ്രിയുടെ കൂടെ പാരലി ഈ ബിരുദം ചെയ്യാൻ പറ്റും. അതിപ്പോൾ നോർമലി എല്ലാ UGCന്റെ അണ്ടറിൽ വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇംപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ UGCയുടെ അപ്രൂവ് ഒരു പ്രശ്നമില്ല. ഇപ്പം UGC പറഞ്ഞിട്ടുണ്ട് ഒരേ ടൈമിൽ 2 ഡിഗ്രി ചെയ്യാൻ പറ്റും. അത് സ്വാഭാവികം നമ്മളത് കണ്ടിട്ടാണോ അവർ നമ്മളതിങ്ങനെ ഡിസിഷൻ വന്നപ്പോഴേ നമ്മളത് കഴിഞ്ഞ വർഷം തന്നെ നമ്മളവിടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. പിന്നെ നമ്മളെല്ലാ പ്രോഗ്രാമും ഇപ്പോൾ NEP പ്രകാരം ക്രെഡിറ്റ് ബേസിലാണ് ചെയ്യുന്നത്, എല്ലാ യൂണിവേഴ്സിറ്റിയും ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ക്രെഡിറ്റ് ട്രാൻസ്ഫറിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ വേറെ ഇപ്പം പലയിടത്തും കണ്ടില്ലേ, ഫസ്റ്റ് ഇയർ ഒരു കോളേജിൽ പഠിച്ചിട്ട് ഇപ്പം നമ്മൾ ഒരുപാട് മലയാളികൾ ഡൽഹി പോലുള്ള കോളേജിൽ പഠിക്കുന്നു. ഇപ്പം പലരും അവിടെ പല പ്രോബ്ലം കൊണ്ട് ഫസ്റ്റ് ഇയർ അവിടെ കംപ്ലീറ്റ് ചെയ്ത് നിർത്തി പോരും. അപ്പോൾ അവരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ പഠിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കാൻ പോവാണ്. അത് അവിടെ മാത്രം സാർ, ഞങ്ങളൊക്കെ ഏജ് ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഡിഗ്രി പകുതി വെച്ച് നിർത്തുക. അവരെ അങ്ങനെ പോയവരെ നമ്മൾ ബാക്കി പഠിക്കുന്ന രീതിയിൽ. അപ്പോൾ സെക്കൻഡ് ഇയർ പഠിച്ച ഒരാൾക്ക് ശരിക്കും തേർഡ് ഇയർ മാത്രം എഴുതിയാൽ മതി. നമ്മുടെ കോഴ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന അഡീഷണൽ സബ്ജക്റ്റ് മാത്രം പഠിച്ചിട്ട് ഉള്ള അതിൻ്റെ റെഗുലേഷൻ ആയി വരുന്നേ ഉള്ളൂ. ഈ വർഷം തന്നെ അടുത്ത വർഷം തന്നെ അത് തുടങ്ങും. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് ഒരു ബെനിഫിറ്റ്. തീർച്ചയായും സാറേ. അവരെ പല കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്ക് വെച്ചപ്പോൾ കല്യാണം കഴിഞ്ഞു പോയി, അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, അല്ല വേറെ ഇതുപോലെ നമ്മുടെ കയ്യിലല്ലാത്ത റീസൺ കൊണ്ട് ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി പോയവർക്ക്. അല്ല, അതിൽ ഡൗട്ട് ഉണ്ട് സാറേ. ഇപ്പോൾ BA ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരാൾ അതിൽ 8 പേപ്പറാണ് പഠിച്ചതെങ്കിൽ അല്ലെങ്കിൽ 6 പേപ്പറാണ് പഠിച്ചെങ്കിൽ ആ പഠിച്ചതിൽ 4 പേപ്പർ തോറ്റുപോയി, ഫസ്റ്റ് ഇയർ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ 4 പേപ്പർ തോറ്റുപോയി കുട്ടിയാണെങ്കിൽ ബാക്കി 4 പേപ്പർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ 4 പേപ്പറിന്റെ ക്രെഡിറ്റ് എടുക്കും. 4 പേപ്പർ മാത്രം. നമ്മുടെ സിലബസ് ഉണ്ടല്ലോ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന അഡീഷണൽ ബാക്കി സബ്ജക്റ്റ് പഠിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ ഡ്രോപ്പ് ആയിട്ടുണ്ടെങ്കിൽ എക്സാം ചെയ്താൽ ഡ്രോപ്പ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ രീതിയിലുള്ള റെഗുലേഷൻ ആയി വരുന്നേ ഉള്ളൂ. അതിൻ്റെ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അത് ഈ വർഷം സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. ഈ വർഷം തന്നെ അതെന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പുറത്തുനിന്ന് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതായത് ഇപ്പം ഈ ലാസ്റ്റ് ഗ്രേഡ് ജോലി കയറിയവരൊക്കെ അവരൊക്കെ ഡിഗ്രി എടുത്ത് തരുമ്പോൾ അവർക്ക് ക്ലർക്കായിട്ട് പ്രൊമോഷൻ കിട്ടും. അങ്ങനെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് അത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഡിഗ്രി. ഒരാൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തിനാണ് ഡിഗ്രി കൊടുക്കുന്നത്? നമ്മൾ ഈ ഡിഗ്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജോലിക്ക് വേണ്ടി മാത്രമല്ല. ഞാനിപ്പം ഈ ഒരു മാസമായിട്ട് ഞാൻ ഈ സാക്ഷാ മിഷൻ്റെ എല്ലാ ജില്ലയിലും ഞാൻ പോകും. നാളെ വയനാട് പോവുകയാണ്. അപ്പം നമ്മൾ അവിടെ വരുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്.
ഒരു 90% അതിൽ ശരിക്കും നമ്മൾ ഈ പറയുന്ന വുമൺ എംപവർമെന്റ് തന്നെ. തീർച്ചയായും അല്ല നമ്മൾ ഈ മയക്കി കിട്ടുമ്പോൾ സ്ത്രീ വുമൺ എംപവർമെന്റ് സ്ത്രീ പറയുന്നതല്ല, അത് ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലല്ലോ. സ്ത്രീക്ക് ശരിയായ വിദ്യാഭ്യാസം അവർക്ക് ജോലിയല്ല, അവർക്ക് ഈ ശരിക്കും നമ്മൾ കേട്ടിട്ടില്ലേ, വിദ്യാഭ്യാസം ഇല്ലാത്തത് ചൂഷണത്തിനും അസമത്വങ്ങൾക്കും അനീതികൾക്കൊക്കെ കാരണം. ഈ വിദ്യാഭ്യാസം ഇതിലെല്ലാം ഒരു സൊല്യൂഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ല ജോലിക്കല്ല നമ്മുടെ ഡിഗ്രി കൊടുത്തോ പഠിപ്പിച്ചോ വിടുന്നത്. അവർക്കൊരു കോൺഫിഡൻസ്. ഇപ്പം +2 ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ പറയുന്നത് നമുക്കിപ്പോൾ ഒരു ജീവിക്കാനൊരു കോൺഫിഡൻസ്, എല്ലാത്തിനെയും ഫേസ് ചെയ്യാനൊരു കിട്ടി. ശരിയാണ് എഡ്യൂക്കേഷൻ്റെ സ്ട്രെങ്ത്. ജോലിയല്ലല്ലോ ഇതൊന്നും. കേരളത്തിൽ ചൂഷണം കുറയാനുള്ള കാരണം അത് തന്നെയാണ്. കേരളത്തിൽ അതിൽ ഇത്രയും ലിറ്ററസി നമുക്ക് കൂടുതലായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഈ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഇത്രയും വളരാൻ കാര്യം തന്നെ സാക്ഷരതാ മിഷൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ എഡ്യൂക്കേഷൻ കൊടുത്തത് കൊണ്ടല്ലേ. ആ കുട്ടികൾക്ക് നമ്മൾ ഇപ്പോൾ സാക്ഷരതാ മിഷൻ വഴി ഇപ്പോൾ അവർക്ക് +2 വരെ പഠിക്കാൻ പറ്റത്തുള്ളൂ. സാക്ഷരത എന്നുള്ള കൺസെപ്റ്റ് എല്ലാവരും തുല്യത വരുത്തുന്നത്. പക്ഷെ അവർക്കിപ്പോൾ ഒരു UGക്കോ PGക്കോ ഒന്നിനുള്ള ഒരു അവസരമില്ല. അപ്പോൾ നമ്മൾ സാക്ഷരതാ മിഷനുമായിട്ട് ചേർന്നിട്ട് അവർക്ക് മറ്റുള്ള റെഗുലർ സ്റ്റുഡൻസ് പഠിക്കുന്നതുകൊണ്ടും UGയും PGയും നമ്മൾ അടുത്ത വർഷം റിസർച്ച് തുടങ്ങാൻ പോവാം. അവർ സ്വപ്നം കാണാത്ത രീതിയിലുള്ള കണ്ടിട്ടും നടക്കാതെ പോയ ഒരു രീതിയിലാണ്. അപ്പം കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയ്ക്ക് മുമ്പ് ഫസ്റ്റ് ബാച്ച് ഇറങ്ങി. അപ്പം അയാളൊരു ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയി. അയാളെ ഞങ്ങൾ റിസൾട്ട് വന്നപ്പോൾ അയാൾക്ക് സന്തോഷം കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലാണ് നമുക്ക് തന്നേക്കുന്നത്. അങ്ങനെ ഒത്തിരി ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു എലക്റ്റഡ് ഗവൺമെൻറ് അവരുടെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ശരിക്കും വലിയൊരു ഇമ്പാക്റ്റ് ആവും സാറേ. കാരണം സാക്ഷരതാ മിഷന്റെ 4000 പേരെ ജോയിൻ ചെയ്യുന്നത്. അയ്യോ, മലപ്പുറത്ത് തന്നെ ഈ വർഷം നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി, +2 ഏതാണ്ട് 4000 പേരും +2 പാസ്സായിട്ടുണ്ട്. അവർക്കുള്ള സന്തോഷം കാണും ഇങ്ങനെ PG പഠിക്കാൻ, UG ഡിഗ്രി ചെയ്യാന്നൊക്കെ പറയുമ്പോൾ മക്കളോടൊപ്പം എത്താം, മക്കളുടെ വിദ്യാഭ്യാസ യുഗത്തൊക്കെ ഒപ്പം എത്താനുള്ളതൊക്കെ അവർക്കും പറ്റുമെന്നുള്ള വലിയ ഇമ്പാക്റ്റ് ആണ്. ഒരുപാട് പേരുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യും. പിന്നെ അതെ, വലിയ കാര്യമാണ് അത്. ഇപ്പോൾ സാറ് പറയുമ്പോൾ തന്നെ ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് തന്നെ ചിലപ്പോൾ ചിന്തിക്കാനുള്ള സാധ്യത കൂടെ ഉണ്ടാവും. അവർക്ക് അവരിഷ്ടമുള്ള ഏത് ഡിഗ്രിയും പഠിക്കാം. അതാണ് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാമല്ലോ. അവർക്ക് പഠിക്കാൻ താല്പര്യം മതിയല്ല. അവർക്ക് UG ചെയ്യാം, PG ചെയ്യാം, PhD ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരം നമ്മൾ ഒരുക്കാൻ പോവുകയാണ്. PhD കൂടെ പിന്നെ അതിന്റെ റിസർച്ച് അടുത്ത വർഷം തുടങ്ങാനുള്ള സ്റ്റെപ്സ് എടുത്തു. സാറേ, ഞാൻ B.Ed എന്തോ തുടങ്ങുന്നുള്ളൊരു സംഭവം. B.Ed ശരിക്കും അത് NCVTയുടെ അപ്രൂവൽ ഉണ്ട്. ഞാൻ ചില കോഴ്സുകൾ നമുക്ക് നേരിട്ട് തുടങ്ങാൻ പറ്റില്ല. അതിന്റെ ഈ റെക്കഗ്നൈസിങ് ബോഡീസ് ഉണ്ട്. ഇപ്പം എഞ്ചിനീയറിംഗിന് ACT ഉണ്ട്, മെഡിക്കൽ കൗൺസിലിന് മെഡിക്കലുണ്ട്, അതുപോലെ B.Edന് NCTയുടെ ഉണ്ട്. നമുക്ക് NCTയുടെ അപ്രൂവൽ ആദ്യമേ കിട്ടണം. നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അവിടെ കുറെ എന്തോ ഇപ്പം ഇന്റഗ്രേറ്റഡ് B.Ed തുടങ്ങാൻ പോകുന്നു. ഇപ്പൊ പണ്ടത്തെ പോലെ 1 ഇയർ ഇല്ല, 2 ഇയർ. അപ്പൊ അങ്ങനെ നമുക്ക് ഇപ്പം ബാക്കി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ B.Ed ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ അത് ഈ വർഷം NCTയുടെ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് B.Ed അത് ഒത്തിരി എൻക്വയറി വരുന്നുണ്ട്. അതെ, ഞങ്ങൾ ഇവിടെ എൻക്വയറീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതായത് നമ്മൾ NCTയുടെ നാഷണൽ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ അവർ ചെയ്യണം. അവർ അപ്രൂവൽ ആദ്യമേ വാങ്ങണം. അത് കിട്ടുന്ന മുറയ്ക്ക് അവരെന്താ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ. പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ല സാർ അതിനകത്ത്. ഇപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ നമ്മൾ ഇതുപോലെ അഫിലിയേറ്റഡ് കോളേജിലുമായിട്ട് ഇതുപോലെ തന്നെ കോളേജ് ഇഷ്ടംപോലെ സ്കൂളുമായിട്ട് നമ്മൾ ടൈപ്പ് ആവും. ഇത് വെറുതെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളവിടെ കൊടുക്കുന്ന ഇപ്പം 4 ഇയർ പ്രോഗ്രാമിലെ സിലബസ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് പറഞ്ഞില്ലേ, വെറുതെ എന്തെങ്കിലും ഒരു പേപ്പർ വാല്യൂള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതല്ലേ. അതിനകത്ത് പിന്നെ ഇന്റേൺഷിപ്പിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്, പ്രോജക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്, മൂക്ക് കോഴ്സ്. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്യുന്ന മൂക്ക് കോഴ്സ് ഇല്ല, IIT, അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെറുതെ പറഞ്ഞില്ലേ, അതെല്ലാം ഈ 4 ഇയർ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ വലിയ കാര്യം. അപ്പം ഈ B.Ed അത് തുടങ്ങിയാണെങ്കിൽ നമ്മൾ സ്കൂളുമായിട്ട് ടൈപ്പാട് സാധാരണ റെഗുലർ B.Ed എങ്ങനെ ചെയ്യുന്നത് അതേ രീതി അതല്ലേ പറഞ്ഞേ. അതെ സ്കിൽ. പിന്നെ കൂടാതെ നമ്മളിപ്പോൾ ഒത്തിരി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒത്തിരി സ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പല റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ICT അക്കാഡമിക്, ക്രിട്ടോൺ, അങ്ങനെ അസാപ്പ്, ഒത്തിരി TK എഞ്ചിനീയറിംഗ് കോളേജ്. നമ്മൾ എത്രത്തോളം AI-നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ? അതായത് ഇപ്പം നമ്മൾ അക്കാഡമിക്കായിട്ട് ഇപ്പോൾ ഒരു ഡിജി ഗുരു എന്നും പറഞ്ഞൊരു പുതിയൊരു സിസ്റ്റം കൊണ്ട്, അപ്പോൾ ഒരു ഡിജിറ്റൽ AI ബേസ്ഡ് ഒരു AI ടീച്ചർ വന്നിട്ട് നിങ്ങളെ ഏത് സംശയം തീരുന്ന രീതി, അതിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു അടുത്ത അക്കാഡമി തൊട്ട് അത് വരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി വന്ന സമയത്ത് ഷിബി സാറായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷിബി സാറും അതേപോലെ ഹസീം സാർ, അൻഫൽ സാറൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു. ഡിജി ഗുരു എന്ന് പറഞ്ഞപ്പോൾ കംപ്ലീറ്റ്
ഇതൊരു ഡിജിറ്റലി എനേബിൾ യൂണിവേഴ്സിറ്റി ആക്കാൻ പോവാണ്. അത് ഓൺലൈൻ എഡ്യൂക്കേഷൻ എല്ലാം ഞാനതിന്റെ മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. ഭയങ്കര ടെക്നോളജി. പെർഫെക്റ്റ് ആയിട്ടുണ്ട് ആ മോഡൽ കണ്ട സമയത്ത്. പിന്നെ വേറെ കുറേ ഒരു പ്രപ്പോസൽ നമ്മളിപ്പം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ AI ഇൻ്റഗ്രേഷൻ്റെ എല്ലാത്തിലും വരുന്ന രീതിയിൽ. ഇപ്പം ഗവൺമെൻറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ കംപ്ലീറ്റ് അതിൻ്റെ വിർച്വൽ റിയാലിറ്റിയും പ്ലാറ്റ്ഫോമിൽ ആഗ്മെൻ്റ് റിയാലിറ്റി എല്ലാം നമ്മുടെ അതിനകത്ത് ഗ്രാജുവലി നമ്മൾ കൊണ്ടുവരുന്നു. ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇതിനെല്ലാം ഒരു മാൻ പവർ വേണമല്ലോ. അതിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. പുതിയ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ്റിന് നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന മുറയ്ക്ക് ഒരുപാട് പുതിയ ഇന്നോവേഷൻസ് നമ്മൾ കൊണ്ടുവരാനുണ്ട്. പിന്നെ ഈ ഫ്ലൈ ഹൈ അങ്ങനെയൊക്കെ, അതായത് പഠിക്കാൻ പിള്ളേർക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ. ഈ സാറേ നമ്മൾ ഈ 4 ഇയർ ഡിഗ്രിയിലേക്ക് മാറിയല്ലോ, ചില കോഴ്സുകൾ ഇപ്പോഴും മാറാൻ ബാക്കിയുണ്ട്. അത് അടുത്ത വർഷം എല്ലാം എല്ലാം ഫോറിയർ. ഇപ്പം 6 പ്രോഗ്രാം നമ്മൾ മാറ്റി. പൊളിറ്റിക്സ് പോലെയുള്ള കോഴ്സുകളൊക്കെ എല്ലാ UG പ്രോഗ്രാമും അടുത്ത വർഷം 4 ഇയർ ഡിഗ്രിയിലേക്ക്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഇപ്പം അന്നേരം ഈ കേൾക്കുന്ന കുട്ടികൾക്കൊരു സംശയം വരും, അവർ 4 വർഷം പഠിക്കേണ്ടതെന്ന്. അപ്പം നമ്മൾ അത് പേടിക്കേണ്ട, നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ട് പുറത്തു പോകാം. 4 വർഷം എക്സിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 3+1 മോഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഹോണേഴ്സ് ഡിഗ്രി വേണമെങ്കിൽ മാത്രം നിങ്ങൾ 4 ഇയർ ചെയ്താൽ മതി. ഇപ്പം സാധാരണ ഞാൻ പറഞ്ഞില്ലേ, അവർക്കൊരു ഡിഗ്രി മതിയല്ലോ, ഹോണേഴ്സ് വേണമെന്നില്ല. അവർക്ക് 3 വർഷം ഒരു റിക്വയർഡ് ക്രെഡിറ്റ് ചെയ്തിട്ട് അവർക്ക് ഡിഗ്രി ആയിട്ട് പുറത്തു പോകാം. ഒരു റിക്വസ്റ്റ് ഉണ്ട് സാറേ, കാരണം ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെയുള്ള ഒരുപാട് പേര് വരാനുണ്ടല്ലോ, സാക്ഷരത കഴിഞ്ഞ കുട്ടികൾ, തുല്യത പാസ്സായ കുട്ടികളൊക്കെ വരാൻ ഇരിക്കുമ്പോൾ അവർക്ക് ഈ 4 വർഷം ഇത് ചെയ്യണമല്ലോ എന്നുള്ള അവരും കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പറയാം, അതായത് നമ്മുടെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്, സെക്കൻഡ് ഇയർ കഴിഞ്ഞ ഡിപ്ലോമ, തേർഡ് ഇയർ കഴിഞ്ഞ ഡിഗ്രി, ഫോർത്ത് ഇയർ കഴിഞ്ഞ ഓണേഴ്സ്, ഇങ്ങനെ 4 എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ NEP, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ച് അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടി, അപ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് 5 വർഷം കഴിഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അത് ഇവിടെ തന്നെ പഠിച്ച കോളേജിൽ തന്നെ പഠിക്കണമല്ലോ, ഇന്ത്യയിൽ എവിടെ പോയാലും പഠിക്കാം. അതിപ്പം നിങ്ങൾ ഇപ്പോഴത്തെ ABC അക്കാഡമിക് ബാങ്കോ ക്രെഡിറ്റിൽ നിങ്ങൾ എന്ത് പഠിച്ചാലും ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ് പഠിക്കുന്നത്. അതിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിലങ്ങ് ഇടുവാണ്. ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത്, അതും വേറൊരു സ്ഥലത്ത്. അപ്പോൾ ഈ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി അതാണ് NEPയുടെ ഒരു കൺസെപ്റ്റ്, ഒരു ഫ്ലെക്സിബിൾ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് കൺവീനിയൻസ് അനുസരിച്ച്, ലേണേഴ്സിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് NEP. അതാണ്. പക്ഷേ കേരളത്തിൽ നമ്മളിപ്പം 2 എക്സിറ്റ് ഓപ്ഷനേ ഉള്ളൂ, ഒന്ന് തേർഡ് ഇയർ, ഒന്ന് ഫോർത്ത് ഇയർ. അത് നമ്മൾ എല്ലാ പ്രോഗ്രാമിലും, നമ്മൾ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി അല്ലേ, അപ്പം കേരള ഗവൺമെൻറ് റൂൾസാണ് ഫോളോ ചെയ്യാൻ പറ്റാത്തത്. അത് വെച്ചിട്ട് നമ്മളിപ്പോൾ തേർഡ് ഇയറിൽ എക്സിറ്റ് കൊടുക്കുന്നുണ്ട്, ഫോർത്ത് ഇയർ. അപ്പം ഈ സാക്ഷര എല്ലാവരും എനിക്ക് പറയണത്, നിങ്ങൾ ഡിഗ്രി മതിയെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ട് പുറത്ത് പോകും. ആ ഡിഗ്രി വാലിഡ് ആണ്, 4 വർഷം പഠിച്ചില്ലെങ്കിലും ഒന്നുമില്ല. അതല്ല ഹോണേഴ്സ് വേണമെങ്കിൽ. ഈ ഹോണേഴ്സും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാത്ത ഒരുപാട് ഉണ്ട്. ഞാൻ പറയാം, അതായത് ഇപ്പം 3 ഇയർ പ്രോഗ്രാം കഴിഞ്ഞാൽ PG ചെയ്യണമെങ്കിൽ 2 വർഷം ചെയ്യണം. ഹോണേഴ്സ് കഴിഞ്ഞാൽ പിന്നെ 1 ഇയർ PG തുടങ്ങും. അപ്പം നമ്മൾ ഇപ്പം കഴിഞ്ഞ വർഷമാണ് 4 ഇയർ, ഇപ്പം അവരിറങ്ങുന്നത് 2 വർഷം കൂടെ കഴിഞ്ഞ്, അപ്പോഴത്തേക്കും നമ്മൾ 1 ഇയർ PG സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങിയേ പറ്റൂ നമുക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ പോകും. അതും തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. ശരിക്കും 3 ഇയർ 4 ഇയറിലുള്ള വ്യത്യാസം ഞാനൊരു സിമ്പിളായിട്ട് പറഞ്ഞ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും വേണ്ടല്ലോ. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ സാറേ. പിന്നെ സാർ ഇപ്പോൾ ഈ സ്വിച്ച് ചെയ്തല്ലോ, നമ്മൾ 3 ഇയർ to 4 ഇയർ സ്വിച്ച് ചെയ്ത സമയത്ത് ഭയങ്കരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും, കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യേണ്ട ഓപ്ഷനിലോട്ട് വരുന്നു, അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അവിടെ? നമ്മളതിന് കംപ്ലീറ്റ് സിലബസ് മാറ്റണം, സ്കീമും പഴയ അത്രയും വർക്ക് ലോഡ് വരും. അതുപോലെ ഈ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം മാറ്റണം, അപ്പോൾ എക്സ്പെൻസ് കൂടിയല്ലേ. ഈ മെറ്റീരിയൽ ഇത്രയും മാറ്റി എഴുതണ്ടേ. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ പറയുമ്പോൾ, നമ്മളൊരു വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു ബാച്ച് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ തീരുന്നതിന് മുമ്പേ നമ്മൾ 4 ഇയറിലോട്ട് 17 എണ്ണത്തിൽ 6 എണ്ണം 4 ഇയറിലോട്ട് പോയി. കംപ്ലീറ്റ് സിലബസ് മാറ്റേണ്ടി വന്നു, കംപ്ലീറ്റ് സിലബസ് സ്കീം മാറും, റീവർക്ക് ചെയ്യേണ്ടി വന്നു, റീവർക്ക് ചെയ്യണം, പിന്നെ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം മാറും. ശരിക്കും യൂണിവേഴ്സിറ്റിക്ക് ലോസ് വരാൻ സാധ്യത. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബിസിനസ് മോഡൽ അല്ലല്ലോ, നമ്മളൊരു സർവീസ് മോഡൽ അല്ല, ഈ ലാഭം അല്ലല്ലോ. നമുക്ക് ഒരു ബ്രേക്ക് ഇവനിൽ പോകണമെന്നല്ലാതെ എന്ന് വെച്ചിട്ട് എല്ലാം കാശ് നോക്കി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി. അത് എടുത്ത് പറയേണ്ട ഒരു സാധനമുണ്ട്. പല യൂണിവേഴ്സിറ്റി ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, കാശ് നോക്കി മാത്രം ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം മതി, നിങ്ങൾക്ക് നെറ്റ് പോലും പ്രിപ്പറേഷൻ ചെയ്യാൻ. ഇപ്പം അത് ഞാൻ പറയാം, ഇതവിടെ നെറ്റ് ക്വാളിഫൈ ചെയ്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പിയർ ചെയ്തിട്ട് പാസ്സായ ആൾക്കാരെ ഒരു പെർസെൻറ്റേജ് എടുത്താൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി
വൺ ഓഫ് ദ ഹൈസ്റ്റ്. അതെ 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 അവരുടെ അടുത്ത് ചോദിച്ചാൽ നമ്മുടെ സ്റ്റഡി മേറ്റിൽ മാത്രമാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. ആ രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പം പലരും ഒരു പരാതി കൊണ്ട് ഫീസ് കൂടുതലാണെന്ന്. അതെ 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 അത് ഈ ശരിക്കും അവർ ഈ കമ്പയർ ചെയ്യുന്ന വെച്ചാൽ ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ടാണ് ഫീസ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പം വേറെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ ഫീസ് കുറവാണ്. അതൊന്നും നോക്കുന്നില്ല. ഇപ്പം ഇവർ രജിസ്റ്റർ ചെയ്യുന്ന പല യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെയ്യുന്ന ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ ഫീസ് വെച്ച് ഇവർ കമ്പയർ ചെയ്യുന്നത്. അത് ശരിക്കും ഒരു വലിയ പ്രശ്നമാണ് സാറേ. കാരണം കുട്ടികൾക്ക് ഫീസ് താങ്ങാനാവുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അത് പരാതി വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവർ പ്രൈവറ്റ് രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുമ്പോൾ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇത്ര ഫീസ് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഇനിഷ്യലി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കണമല്ലേ. അതെ, ഇപ്പോൾ ഗവൺമെൻറ്റിൽ ഇപ്പോൾ അറിയാമല്ലോ, ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഉള്ള സഹായങ്ങൾ കുറഞ്ഞു വരുവാണ്. ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റി ഒരു സെൽഫ് സസ്റ്റൈൻ മോഡിലോട്ട് കൊണ്ടുപോയാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അതെ, എന്ന് വെച്ച് നമ്മൾ അധികം ഫീസൊന്നും ചാർജ് ചെയ്യുന്നൊന്നുമില്ല. അത് നമ്മുടെ ആൾക്കാരെ അറിയാലോ, എല്ലാം ഫ്രീ വേണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരല്ലേ. അപ്പം അതാണ് എനിക്ക് ഒരു മൈൻഡ് സെറ്റും ഒരു ഇഷ്യൂ അല്ലേ. പക്ഷേ ഫീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള നാഷണൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ എടുത്ത് നോക്കേ, അതിനെക്കാട്ടിയൊക്കെ കുറവാണ്. നമ്മളിതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മളൊരു ഫീസ് ഫിക്സ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ട് ഇതൊരു ബിസിനസ് മോഡലൊന്ന്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു കമ്പാരിസൺ, ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യില്ല. നമ്മൾ അതിനനുസരിച്ചുള്ള സർവീസ് കൊടുക്കുന്നത് വെച്ചിട്ട് എല്ലാ സർവീസിനും ഒരു വാല്യൂ ഉണ്ടല്ലോ, ഒരു മണി വാല്യൂ ഉണ്ട്. സാറിന് എടുത്ത് പറയാൻ പറ്റിയ സർവീസുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇവർ കമ്പയർ ചെയ്യുന്നത് എന്താണെന്ന് പറയാം, ഈ പല യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ ഫീസുമായിട്ട് വരുന്നത്. അവിടെ അവർ രജിസ്റ്റർ ചെയ്യുക, പിന്നെ പരീക്ഷ എഴുതുക, ബാക്കിയൊക്കെ ഈ ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ പോയി പഠിക്കുകയാണ്. അവിടെ എത്ര രൂപ ഫീസ് കൊടുക്കുന്നത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. അവിടെ 20,000 തൊട്ട് വലിയ എമൗണ്ട് വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് ഞാൻ കേട്ടത്. ഞാനിപ്പോൾ ഇഷ്യൂ ഇങ്ങനെ ഫീസ് കൊള്ളുമെന്ന് പറയുമ്പോൾ ഞാനൊരു സ്റ്റാറ്റിസ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ വളരെ ഫീസ്, യൂണിവേഴ്സിറ്റി ഫീസ് കുറച്ചിട്ട് മാത്രം നോക്കിയിട്ട്, പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ ഫീസ് ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ പഠിക്കുന്നത്. നമ്മൾ കുറച്ച് ഫീസ്, പക്ഷേ നമ്മൾ കമ്പാരിറ്റീവ് കുറച്ച് ഫീസേ മേടിക്കുന്നുള്ളൂ. കുറ്റപ്പെടുത്താൻ അവർ അത് മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ വാങ്ങുന്ന ഫീസിൽ നമ്മൾ നേരത്തെ സാറ് പറഞ്ഞോണം ഒരു വെയ്റ്റ് ക്ലാസ് സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്, ഹൈ ക്വാളിറ്റി. തീർച്ചയായും ഇതിൻ്റെ കൂടെ നമ്മൾ റെക്കോർഡഡ് വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണ മുതൽ എല്ലാ മൊഡ്യൂളിലും റെക്കോർഡഡ് വീഡിയോ കൊടുക്കാൻ പറ്റും. അപ്പോൾ അഥവാ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായാലും അവർക്ക് പഠിക്കാമെന്നുണ്ട്. പിന്നെ PDF ഫോമിൽ ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലിപ്പ് ബുക്ക് ഫോമിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ട്, ഫിസിക്കൽ കൗൺസിലിംഗ് കൊടുക്കുന്നു. ഈ ഫിസിക്കൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 45 LSയിലാണ് കൊടുക്കുന്നത്. എയ്ഡഡ് കോളേജിൽ വെച്ചിട്ടാണ്. ആ കോളേജിൽ അധ്യാപകർ തന്നെയാണ് ഇവർ ക്ലാസ് എടുക്കുന്നത്. ആ അധ്യാപകർ എന്ന് പറഞ്ഞാൽ UGC ക്വാളിഫൈഡാണ്, PhD നെറ്റും ഒക്കെ ഉള്ള സെയിം മറ്റ് റെഗുലർ കോളേജിൽ പഠിക്കുന്ന അധ്യാപകർ തന്നെയാണ് നമ്മുടെ ഈ കൗൺസിലിംഗ് ക്ലാസ്സിൽ എടുക്കുന്നത്. അവർക്ക് പൈസ കൊടുക്കണ്ടേ. ഈ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം വരെ PG എടുക്കുന്ന 850 രൂപയുള്ളായിരുന്നു പെർ അവർ. ഞങ്ങളത് ഈ തവണ 1250 രൂപ, 1200 ആക്കി. ഒറ്റയടി എന്ന് വെച്ചാൽ നല്ല UGC നെറ്റുള്ള ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് UGക്ക് ആണെങ്കിൽ 650 എന്നുള്ളത് ഒറ്റയടിക്ക് ഞങ്ങൾ 1000 രൂപ ആക്കി. അത് എന്നിട്ട് ഫീസ് കൂട്ടിയിട്ടില്ല. മനസ്സിലായില്ല. അതാണ് നോക്കണ്ടേ. ഞാൻ പറയാം, വേറെ നമ്മളിപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കൗൺസിലിംഗ്, നിങ്ങൾ ബാക്കിയുള്ള ഈ സെൻട്രലിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റി നോക്കുമ്പം കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നത് ഈ 200 കുട്ടികൾക്ക് മേളിലുണ്ടല്ലേ അവർ ഫിസിക്കൽ കൗൺസിലിംഗ് നടക്കുന്നത്. അല്ലെങ്കിൽ മെറ്റീരിയൽ മാത്രം കൊടുത്ത് സ്വന്തമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാം. ഞങ്ങളിതിപ്പം 10 പേരുള്ളതിലും 100 പേരുള്ളതിലും എല്ലാവർക്കും ഈ ഫിസിക്കൽ ക്ലാസ്, ഓൺലൈൻ ക്ലാസ്സും എല്ലാം കൗൺസിലിംഗ് കൊടുക്കുകയാണ്. തീർച്ചയായും. പിന്നെ UGCയുടെ റെഗുലേഷൻ വെച്ച് ഒരു കോഴ്സിന് ഒരു 18 hours കൗൺസിലിംഗ് അവേഴ്സ് നടത്തിയാൽ മതി. പക്ഷേ നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ മിക്സഡ് കാറ്റഗറി വരുന്നതുകൊണ്ട് പഠിക്കാൻ പാടുള്ള ഒരു അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മാക്സിമം കൗൺസിലിംഗ് ക്ലാസ് കൊടുത്ത് റെഗുലർ കോളേജിൽ പഠിപ്പിക്കുന്നോണം തന്നെയാണ് നമ്മൾ. മറ്റേതെന്ന് പറഞ്ഞാൽ ഈ റെഗുലർ കോളേജ് ആദ്യമേ ഒരു വ്യത്യാസം മനസ്സിലാകുന്നത്. റെഗുലർ കോളേജ് ഞങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് റെഗുലർ കോളേജ് സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചറാണ്, ഞങ്ങൾ ലേണേഴ്സ് ആൻഡ് കൗൺസിലേഴ്സാണ്. അവിടെ ടീച്ചർ ഹാസ് ടു ടീച്ച്, എല്ലാ സബ്ജക്റ്റും റെഗുലറായിട്ട് പഠിപ്പിച്ചാണ്. ഇവിടെ സെൽഫ് സ്റ്റഡി മോഡാണ്. നമ്മൾ മെറ്റീരിയൽ കൊടുക്കും, കുട്ടികൾ വീട്ടിൽ ഇരുന്ന് സമയം പോലെ പഠിച്ചിട്ട് ശനിയാഴ്ചയുള്ള ഹോളിഡേയ്സിൽ, ഞായറാഴ്ചകളിൽ നടത്തുന്ന കൗൺസിലിംഗ് ക്ലാസ്സിൽ വന്ന് അവർ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഓപ്പൺ എഡ്യൂക്കേഷൻ്റെ മോഡൽ. അപ്പോൾ അതിനൊരു മിനിമം അവേഴ്സ് റെഗുലേഷനിൽ പറഞ്ഞിട്ടുണ്ട്, അത് കൊടുത്താൽ മതി സത്യം പറഞ്ഞാൽ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പം തന്നെ തൊട്ട് മാക്സിമം ഓൺലൈൻ ക്ലാസ്സും കൗൺസിലിംഗ് ക്ലാസ്സും ഫിസിക്കലും ഓൺലൈനുമായിട്ട് നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് യൂസ്ഫുള്ളാണ്. എത്രത്തോളം കുട്ടികൾ അതിന് പിന്നെ ഈ കുട്ടികൾ ഈ പരാതി പറയുന്നതെങ്കിൽ നമ്മൾ ഫിസിക്കൽ കൗൺസിലിംഗ് വെച്ചാൽ കുട്ടികൾ വരാറില്ല.
അതാണ് പ്രശ്നം. ഞാനത് ചോദിക്കുന്നത്, എത്രത്തോളം കുട്ടികൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? വളരെ കുറച്ച് പേര് ഉപയോഗിക്കുന്നത്. അതാണ് പക്ഷെ നമ്മൾ ഒരു കുട്ടി വന്നാൽ ഈ അധ്യാപകന് പൈസ കൊടുക്കണ്ടേ? അതെ 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 ഈ വന്നില്ലെങ്കിലും പൈസ കൊടുക്കണ്ടേ? അതെ എന്നുവെച്ചാൽ അയാൾ വന്നിരിക്കുക. അതെ. അപ്പോൾ ഈ പറയുന്ന കുട്ടികൾ, കുറ്റം പറയുന്ന കുട്ടികൾ എത്ര പേര് ഈ കൗൺസിലിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അവർ സ്വയം ഒന്ന് ആലോചിക്കണ്ടേ? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ ഞാൻ കണ്ടൊരു സാധനം സാർ, ഷിബി സാറായിട്ട് സംസാരിക്കാൻ പറ്റിയ സമയത്ത് അവിടെ ഒരു സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം വന്ന സമയത്ത് 2 സയൻറ്റിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഒരു കണ്ടന്റ് കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 2 സയൻറ്റിസ്റ്റുകളെ കൊണ്ടുവരുന്നു, അവരെ വെച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി എടുക്കുന്നതിനേക്കാൾ എഫേർട്ട് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. സ്റ്റുഡിയോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് വീഡിയോ വെച്ചിട്ടുണ്ട്. ആ വീഡിയോസിന്റെ ഒക്കെ നോക്കിയാൽ നല്ല ക്വാളിറ്റി വീഡിയോസ്. നമ്മൾ പറഞ്ഞില്ല, അത് ഒരു ഡൈല്യൂഷനും ഇല്ല. അപ്പം പറഞ്ഞില്ലേ, ഈ തുടങ്ങി വരുന്ന ഒരു സിസ്റ്റം ഒരു 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കംപ്ലീറ്റ്ലി ഒരു എറർ ഫ്രീ, കംപ്ലൈൻറ്റ് ഫ്രീ സിസ്റ്റം ആയിരിക്കും. അത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അല്ല, ഞങ്ങൾക്ക് മനസ്സിലായി സാറേ, ഞങ്ങൾ ബോധ്യപ്പെട്ടു. കാരണം ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും ഇഗ്നോ യൂണിവേഴ്സിറ്റിക്കായിരുന്നു ഞാൻ പ്രിഫറൻസ് കൊടുക്കാറ് കുട്ടികളുടെ. കാരണം ശ്രീനാരായണ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ബുദ്ധിമുട്ടുകളും ആ വീഡിയോ വന്ന ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് ഞാൻ തന്നെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തന്നെ തിരിച്ച് പറയാൻ തോന്നുന്നത്, കഴിഞ്ഞ ദിവസത്തെ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തന്നെ തിരിച്ച് പറയാൻ തോന്നുന്നത്, വിത്തിൻ 1 ഇയർ ഈ ബാച്ച് ഇറങ്ങി വിത്തിൻ 1 ഇയർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണെന്നാണ് നിങ്ങൾ ഏതൊരു യൂണിവേഴ്സിറ്റി എടുത്തത് നമ്മുടെ വളർച്ച തന്നെ എബോവ് 200% ഈ 3 മനസ്സിലായില്ല. ആ രീതിയിൽ അവിടെ ഒരു ടീം വർക്കാണ്. ഇതിപ്പോൾ എൻ്റെ ക്രെഡിറ്റോ അല്ലെങ്കിൽ വേറെ ഉള്ള ക്രെഡിറ്റോ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊരു ആ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് മെമ്പർ തൊട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് തൊട്ട് അധ്യാപകർ തൊട്ട് പിയൂൺ വരെയുള്ള ഒരു ടീം അപ്രോച്ച്, എല്ലാവരെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇത് നമുക്ക് ഒരാളൊരു സ്പെസിഫിക് കോൺട്രിബ്യൂഷൻ ഒന്നും, ഒരു ടീം അപ്രോച്ച് എങ്ങനെ ഒരു സിസ്റ്റത്തെ നന്നാക്കാൻ, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വളർത്താൻ ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ് ഈ. തീർച്ചയായും ബെസ്റ്റ് ടീമാണ് സാർ ഇപ്പോൾ അവിടെ ഉള്ളത്. സിൻഡിക്കേറ്റ് മറ്റു റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് മെമ്പേഴ്സൊക്കെ വന്ന് മീറ്റിങ്ങിന്, ഇതങ്ങനല്ല, ഇവരൊരു ഫുൾ ടൈം എംപ്ലോയി പോലെ വന്ന് ശരിക്കും അവരൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടൊക്കെ തന്നെയാണ്. എല്ലാവരും എഫേർട്ട് ഉണ്ട്, ഒരാൾ മാത്രം പറയാൻ പറ്റത്തില്ല. ഇപ്പം സാറിപ്പം ഞങ്ങൾക്ക് വന്ന സമയത്ത് ഒരു വിസിറ്റിംഗ് കാർഡ് വന്നല്ലോ, അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഐ ഡി കാർഡ് സാറിൻ്റെ ഐ ഡി കാർഡ് സാറിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യണം. സാർ എങ്ങനെയാണ് ശരിക്കും ആ ധൈര്യം കിട്ടും നേരിട്ട്? അതെൻ്റെ ഞാൻ പറയാം, എന്നെ ഇത് നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്, എല്ലാവരും ജോലിക്ക് നടക്കും. ഒരു ജോലി ഇപ്പോൾ എല്ലാവരെയും ഒന്നും ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരുപാട് പേര് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ സർവീസ് എന്ന് പറഞ്ഞ ഒരു ഔദാര്യം പോലെ. ഇപ്പോൾ സർക്കാർ ഓഫീസിൽ നമ്മൾ ഒരു ഓഫീസറെയൊക്കെ ചില സർക്കാർ ഓഫീസിലേക്ക് കണ്ടുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ്. ചില വലിയ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി പേര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഒന്നും ഈ കാർഡടച്ച് നമുക്ക് ആക്ഷേപിക്കാൻ പറ്റില്ല. കുറേ പേര് ചെയ്യുന്നുണ്ട്, കുറേ പേരും ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ വളർന്നു വരുമ്പോൾ എനിക്കറിയാം, ഈ പരാതികളൊക്കെ വരുമ്പം ഒരു ഒതന്റിക്കായിട്ടൊരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആവും, അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 70,000 സ്റ്റുഡൻസിൻ്റെ കയ്യിൽ എനിക്കൊരു മൊബൈൽ നമ്പറേ ഉള്ളൂ ഉപയോഗിക്കുന്നത്. അത് എല്ലാവരും കഴിഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെന്നെ വിളിക്കാറുണ്ട്, ഒക്കുന്ന കൺസേൺസൊക്കെ ഞാൻ നേരിട്ട് തന്നെ അഡ്രസ്സ് ചെയ്ത് സൊല്യൂഷൻ ചെയ്യാറുണ്ട്. പിന്നെ ഒരു ദിവസം ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഈ ഫോൺ അറ്റൻഡ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യാറുണ്ട് പലപ്പോഴായിട്ട്. അതായത് ചിലപ്പോൾ മീറ്റിംഗ് നടക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല, അത് കഴിഞ്ഞ് മിസ് കോൾ ഉണ്ടാകും. ഞാൻ ഏത് ഫോണും ഞാൻ തിരിച്ച് വിളിച്ച് പറയാറുണ്ട്, അതിൻ്റെ സെക്ഷനിലോട്ട് കണക്ട് ചെയ്ത്. ഇത് പറയുമ്പോൾ ചോദിച്ചത് ഇത് വന്ന് തള്ളുവാണ്, കയ്യടി വാങ്ങാനോ അല്ലെങ്കിൽ എനിക്കതിനൊന്നുമല്ല. എന്നെ ഒരു വൈസ് ചാൻസലറായിട്ട് വെച്ചപ്പോൾ എനിക്ക് എൻ്റെ ജോലി എന്തോ, എൻ്റെ റോൾ എന്താ, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. അത് ഇതുപോലെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി നോക്കേ. എനിക്ക് മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റത്തില്ല, എനിക്ക് സ്വയം നന്നാകാനേ പറ്റും. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യം, അവർ ഓരോരുത്തർ വിചാരിച്ചു കഴിഞ്ഞിങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു സാറിൻ്റെ അടുത്ത് അത് ഞാൻ പറഞ്ഞില്ലേ, കയ്യടി വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒന്നുമല്ല. സാർ നേരത്തെ 2 വാക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത വാക്കാണ്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. പക്ഷെ സാർ നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു എനിക്ക് സാറിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. കാരണം സാർ നമ്മൾ താഴെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞു ഞാനത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ട്. എൻ്റെ എൻജോയ്മെൻറ്റ് ഇത് ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. അത് നമുക്ക് നാളെ നമുക്ക് ഞാൻ ഇത്രയും കാര്യം ചെയ്ത് ആ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, അതിനല്ലേ നമ്മൾ സർക്കാർ ഞാനിപ്പോൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. സൊസൈറ്റി, എൻ്റെ അച്ഛനമ്മമാർ, ഗവൺമെൻറ്, അധ്യാപകർ, സൊസൈറ്റിയിൽ നിന്ന് ഞാൻ ഒരുപാട് ബെനിഫിറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇന്നത്. അപ്പോൾ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ളത്. അതിങ്ങനെ ഓരോരുത്തരും ചെയ്യണം. അതാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ശരിക്കും ഒരിക്കലും ഒരാളെ സ്വന്തം കഴിവുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് പറയാം, അയാൾ എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത ഈ നിലയിലെത്തി, അല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് മാത്രമൊന്നും പറയാൻ പറ്റത്തില്ല. തീർച്ചയായും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അയാളെ
പലരും സഹായിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരിടത്ത് ഇങ്ങനെ വന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ബടാ കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ജീവിതത്തിൽ പ്രൂവ് ചെയ്തിട്ട് വേണം പറയാൻ, എന്നാലേ അതിനൊരു ഇത് വരത്തുള്ളൂ. അപ്പം ഞാനീ പറഞ്ഞല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, അല്ലാതെ ഈ പൊങ്ങച്ചം പറയോ എന്നല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോംപ്ലിമെൻ്റ് എനിക്ക് പണ്ടേ വലിയ താല്പര്യമൊന്നുമില്ല. 2022 സ്റ്റാർട്ട് ചെയ്ത അക്കാഡമിയിൽ നിന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുതിയൊരു ബാച്ച് ഇറങ്ങാൻ പോകണം, ഫസ്റ്റ് ബാച്ച് ഇറങ്ങി ഇപ്പോൾ അതിന് സാർ നമ്മുടെ കോൺവെക്കേഷൻ വെക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പം ഡിസൈൻ ചെയ്ത് സർട്ടിഫിക്കറ്റിൻ്റെ പ്രിന്റ് കഴിഞ്ഞ് ഉടനെ ഒരു മാസത്തിന് 2 മാസത്തിനകം വെക്കും. ഫസ്റ്റ് ബാച്ച് എല്ലാവരും ഗ്യാദർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന് ഗവർണർ ലെറ്റർ എഴുതാൻ പോകാൻ എത്രയും പെട്ടെന്ന് ചെയ്യും. സർട്ടിഫിക്കറ്റ് ഈ ആഴ്ച എനിക്ക് കിട്ടും. മറ്റുള്ള യൂണിവേഴ്സിറ്റിയും ചെയ്യാതെ എന്തെങ്കിലും ഒരു പുതുമ അതിനകത്ത് സാർ ഒളിപ്പിച്ചു? അത് നമ്മൾ അങ്ങനെയല്ല, മെയിൻ നമ്മൾ അവിടെ നടത്തും. ആ പാരലി നമ്മളെല്ലാ RCLലും കൂടെ വരാൻ പറ്റാത്തവർക്ക് ആ ടൈമിൽ ഒരു ചീഫ് ഗസ്റ്റിനെ നമുക്ക് 5 റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെയും കൂടെ പാരലി നടത്താനുള്ള രീതിയിലാണ് ഞാൻ ഒന്ന് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. ആദ്യം ഒരു സെൻറ്ററിൽ നടത്തുകയും മെയിൻ ഗവർണർ നമ്മുടെ അവിടെ വരും. ഈ സമയത്ത് ഇവിടെ ടെലികാസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഗസ്റ്റ് കാണും. നമുക്ക് 5 സെൻറ്ററിന് ഒന്ന് എറണാകുളം റീജിയണൽ സെൻറ്റേഴ്സിൽ അതേ സമയം തന്നെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. അതൊക്കെ ഇനി സിൻഡിക്കേറ്റൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം എൻ്റെ മൊഡാലിറ്റീസൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം സിൻഡിക്കേറ്റ് കോൺവെക്കേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ അതുകൂടെ സാറേ, ഇപ്പോൾ വേറൊരു യൂണിവേഴ്സിറ്റിയിലും കാണാത്തൊരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കലാമേള നടത്താൻ സാർ ഒരു പ്ലാൻ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ റെഗുലർ എല്ലാവർക്കും ഓപ്പൺ എഡ്യൂക്കേഷൻ എന്തോ തട്ടിക്കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതല്ല നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഇവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ 17ഓളം ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുണ്ട്. ഇഗ്നോയും കൂടെ കൂട്ടുമ്പോൾ 18 വരും. 18 ഉണ്ട്. അതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഞങ്ങൾ കഴിഞ്ഞ വർഷം കലോത്സവം നടത്തി. അതായത് 70-75 വയസ്സുള്ളവരൊക്കെ വന്ന് അവർ ആർട്ടിസ്റ്റ് ടാലൻറ്റ് പ്രസൻറ്റ് ചെയ്ത് പ്രൈസൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവരെ എൻജോയ്മെൻറ്റും അവരൊന്നും സ്വപ്നത്തിൽ ഇത് കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ, അത് കൊടുത്തു. കഴിഞ്ഞ തവണ സ്പോർട്സ് മീറ്റ് നടത്തി. എന്നുവെച്ചാൽ എന്ത് ആവേശത്തോടെ ഇതെല്ലാം പങ്കാളിത്തം ഉണ്ടായിരുന്നു. പിന്നെ 800ഓളം പേര് വന്ന് പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കൾച്ചറൽ ഫെസ്റ്റ് നടത്തി. ഇത്തവണ ആർട്സ് ഫെസ്റ്റിവൽ കോഴിക്കോട്. സന്തോഷം. അത് ഞങ്ങൾ ഈ ഒക്ടോബർ 23 അതിൻ്റെ സ്വാഗത കമ്മിറ്റി മീറ്റിംഗ് ആണ് കോഴിക്കോട് വെച്ചിട്ട്. പാർട്ടിസിപ്പൻസ് കൂടാൻ സാധ്യതയുണ്ട് തോന്നുന്നു ഇത്തവണ, അല്ല സാർ? നമ്മൾ ഇത്തവണ കലോത്സവത്തിന് നമ്മൾ ഈ മിക്ക ഐറ്റംസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ അത്ലറ്റ് മീറ്റ് നടന്നത് എറണാകുളത്ത് വെച്ചാൽ അത് ജനുവരി-ഫെബ്രുവരിയിൽ, കൾച്ചറൽ ഫെസ്റ്റ് മാർച്ചിന് മുമ്പ് നടത്തും. സാറേ, ഈ നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഏജ് ഗ്രൂപ്പ് ഒന്നും ഇല്ലല്ലോ, അപ്പം അത് നടത്തുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മൾ വിധി നിർണ്ണയിക്കുക പരിപാടികളൊക്കെ? അത് നമ്മൾ ഏജ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആണെങ്കിലും ഏജ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം പരിപാടികൾ കൂടുന്നുണ്ടോ? പിന്നെ സാറേ, നമ്മൾക്ക് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. നമ്മളവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. SC/ST കുട്ടികൾ കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷനാണ്. അത് വലിയ കാര്യം തന്നെയാണ്. കാരണം അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഡിഫറെന്റ് ലേബിളിന്, ബ്ലൈൻഡിനൊക്കെ ഫുൾ ഫ്രീ ആണ്. പിന്നെ നമ്മൾ വേറൊരു നല്ലൊരെണ്ണം കൊണ്ടുവന്നത്, ഈ ജീവിതത്തിൽ പല കാരണങ്ങൾ കുറ്റവാളിയാവുന്നുണ്ട്, ജയിലിൽ കിടക്കുന്നത്. അവർ നാളെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും, പിന്നെയും കൂടുതൽ കുറ്റകൃത്യത പാലിക്കാൻ വേണ്ടി അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. കണ്ണൂർ ജയിലിൽ നമ്മൾ ആദ്യം തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് 100 കൂടുതൽ, ഇതിപ്പോൾ ഈ വർഷം എല്ലാ ജയിലിലോട്ടും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഏതാണ്ട് 100 കൂടുതൽ കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫ്രീ എഡ്യൂക്കേഷനാണ്. വലിയ കാര്യമാണ് ശരിക്കും. അപ്പോൾ അവർ നാളെ ഇത് പഠിച്ചിറങ്ങി വരുമ്പോഴേ നാളെ അപ്പം ഇപ്പോൾ എല്ലാവരും അതിന് തമാശക്ക് പറഞ്ഞ് എന്തെങ്കിലും ശിക്ഷ ജയിലിൽ പോയ എഡ്യൂക്കേഷൻ കിട്ടും, ഫുഡും കിട്ടും. തമാശക്ക് പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷെ അത് മാറ്റത്തിന് തുടക്കമാണല്ലോ. ഒരു പക്ഷേ അവർ സമൂഹത്തിലേക്ക് മാറി വരാൻ ആണ് ഇതൊരു കാരണമാവെങ്കിൽ വലിയ കാര്യമല്ല സാർ അത്. കാരണം വിദ്യാഭ്യാസം UGക്കും PGക്കും ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും ഞാൻ ന്യായീകരിക്കുന്നില്ല. ചില സാഹചര്യം കൊണ്ട് പല കുറ്റവാളികളാവാം. പക്ഷെ തെറ്റ് തന്നെയാണ്. അതാണ്. പക്ഷെ ന്യായീകരിക്കല്ല ഞാൻ പറഞ്ഞ, അവരെ ഫർദർ കുറ്റകൃത്യങ്ങളോട്ട് പോകാതിരിക്കാൻ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് കുറേ പേരെങ്കിലും മാറ്റിയെടുക്കുക. ഒരാളെ മാറ്റിയെടുത്താൽ തന്നെ വലിയ കാര്യം. അതാണ് ചെയ്യുന്നത്. സാർ, ഇപ്പോൾ ഈ അസൈൻമെൻറ്റ്സിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ സെമസ്റ്റർ എക്സാമുകൾ നടക്കുന്ന കാര്യത്തിലും പെട്ടെന്നൊരു ഡേറ്റ് ഡിക്ലെയർ ചെയ്യുകയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു പരാതി പൊതുവെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഈ ഡേറ്റ് ഇത് ഈ നോട്ടിഫിക്കേഷൻ വന്നത് പറയുന്നില്ല, ലാസ്റ്റ് ഡേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അതെ. അല്ല സാർ, ഒരു മാസത്തെ സാവകാശം കൊണ്ട് സഫീഷ്യൻ്റ് ടൈം കൊടുക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അത് കൊടുക്കുമ്പോൾ ഈ അസൈൻമെൻറ്റ് ഡേറ്റ് എക്സാമും കൂടെ
ലാസ്റ്റ് ഡേറ്റ് കോയിൻസൈഡ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ ഈ കൊടുക്കുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് നോക്കി, പക്ഷേ ഈ അപ്പോൾ ഇവരെല്ലാം ഈ ലാസ്റ്റ് മിനിറ്റ് ചെയ്യാൻ വരുന്നിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കഴിഞ്ഞ എക്സാമിന് 3rd സെം എക്സാം ഒക്കെ കഴിഞ്ഞ് നടക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് എക്സാം ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യേണ്ട ഒരു ബാച്ചിന് അങ്ങനെ സംഭവിച്ചു. കാരണം ഒരു ഇയർ ഫസ്റ്റ് സെം എക്സാം കുറച്ച് ഡിലേ ആവുകയും. അത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 40 to 50% റെഗുലർ സ്റ്റുഡൻസ് ആണ്. നമുക്ക് മറ്റുള്ള റെഗുലർ കോളേജിൽ ജൂലൈയിൽ അഡ്മിഷൻ നടക്കുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം UGC പറഞ്ഞ ലേറ്റ് നവംബറാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു സെമസ്റ്റർ ലാഗായി. ഈ ലാഗ് ഇവരെ ഈ അടുത്ത വർഷം സമയത്ത് ഇവരെ ഇറക്കി വിട്ടില്ലെങ്കിൽ അവർ ഒരു വർഷം പോകും ഹയർ സ്റ്റഡീസ്. ഈ 40-50% പേരെ അഫക്റ്റ് ചെയ്യും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒരു സെമസ്റ്റർ സ്ക്യൂ ചെയ്താലേ നമുക്കവിടെ ഈ മറ്റു റെഗുലർ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇറക്കി വിടാൻ പറ്റും. അതിന് വേണ്ടി ഓട്ടത്തിൽ ഒരു സെമസ്റ്റർ നമ്മളിന്ന് ചില സെമസ്റ്റർ ഒന്ന് സ്ക്യൂ ചെയ്തു. അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കാനാണ് വന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം എല്ലാവരെയും ഡിമാൻഡ് നോക്കുമ്പോൾ ഒരു മിഡ് വേ കൂടെ പോകുമ്പം വന്ന് ഒരു ചില പേരെ അഫക്റ്റ് ചെയ്ത്, അതാണ് റീസൺ. അത് നമ്മളിപ്പം അത് വരാതിരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നാം നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ റെഗുലർ കോളേജ് ഈ 6 സെമസ്റ്റർ പഠിപ്പിക്കണമെന്നില്ല. നമ്മൾ സെൽഫ് സ്റ്റഡി മോഡല്ലേ, മെറ്റീരിയൽ കൊടുക്കുക, പഠിക്കുക. മിനിമം ഒരു 18 അവർ കൗൺസിലിംഗ് ക്ലാസ് ആണ്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരീക്ഷ നടത്താൻ പറ്റും. പക്ഷേ ഇവർ പഠിക്കത്തില്ല. ഇവർ ജോലി കഴിഞ്ഞ് സമയം കിട്ടും. അപ്പം പരീക്ഷ വരുമ്പോഴേ ആലോചിക്കുന്നത്, അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ചിന്തിക്കുന്നത്, അയ്യോ വെച്ചില്ല. അപ്പം രണ്ടും കൂടെ ഒരുമിച്ചൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടു. അതൊക്കെ നേരത്തെ കുട്ടികളുടെ കുറച്ച് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ഈ സിസ്റ്റത്തെ പറ്റി. അപ്പോൾ ഈ കുറേ പരാതി അവർക്ക് മനസ്സിലാവും. പരാതി ഇത് ഉടനെ ഒരു ഡിഫിക്കൽട്ടി വരുമ്പോൾ ഉടനെ അങ്ങ് പരാതി പറയുന്ന ഒരു ഇതാണ് വന്നുകൊണ്ട് വന്നൊരു പറഞ്ഞില്ലേ. പിന്നെ യൂണിവേഴ്സിറ്റി അല്ലേ, ചെറിയ ചെറിയ വീഴ്ചകൾ സമ്മതിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ ഞാൻ പറ്റിയിട്ടുണ്ട്, അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നും ഒളിച്ചോടുന്നൊന്നുമില്ല. അത് തന്നെ വലിയൊരു ആശ്വാസമുള്ള കാര്യമാണ് മക്കളെ. കാരണം സാറിൻ്റെ നാവിൽ നിന്നാണ് നമ്മൾ കേട്ടത്, ഇനി അങ്ങോട്ടുള്ള ബാച്ചുകൾക്ക് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇതിൽ എടുക്കുന്നുണ്ട്, നമ്മൾ വീഴ്ചയെന്നല്ലേ പഠിക്കുന്നത്. തീർച്ചയായും ഒരു ഇത് ശരിക്കും നമ്മളാണെങ്കിലും ആരാണെങ്കിലും തുടക്ക സമയത്ത് നമ്മൾ നടക്കാൻ പഠിക്കുന്ന പോലെ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഇൻഎഫിഷ്യൻസി ഒന്നുമല്ല, അങ്ങനെയൊക്കെ നമ്മൾ ലാപ്പതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചില നമ്മുടെ കൺട്രോളിലല്ലാത്ത കുറേ കാര്യങ്ങൾ വരുമല്ലോ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പരീക്ഷ, പലരും പറഞ്ഞ് പരീക്ഷ മാറ്റുക. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഫെസിലിറ്റീസ് ഇല്ല. ഈ പരീക്ഷ സെൻ്റർ എടുക്കുന്നത് നമ്മൾ ആദ്യമേ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കും. അപ്പം താല്പര്യമുള്ള ഒരു കോളേജുകാരും ബില്ലിംഗ് അല്ല. കാര്യം ഞായറാഴ്ചയുടെ പരീക്ഷ അവർക്ക് കിട്ടുന്ന ഒരു അവധി ദിവസം. അപ്പോൾ എക്സാമിനെ കിട്ടണം, ചീഫ് സൂപ്രണ്ടിനെ കിട്ടണം, പ്യൂണെ കിട്ടണം, ക്ലർക്കിനെ കിട്ടണം, മനസ്സിലായി നടത്താനുള്ള ഫെസിലിറ്റിയാണ്. അപ്പം ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് പിന്നെ നമ്മുടെ പരിചയത്തിൻ്റെ പുറത്തും ഒക്കെ ഓരോ കോളേജിലെ പ്രിൻസിപ്പളിനെയൊക്കെ വിളിച്ചും ാണ് നമ്മൾ എക്സാം സെൻ്റർ എണ്ണം ഒരു 60 മിനിമം ഒരു 60 സെൻറ്റർ വേണം ആളാവത്തൊക്കെ എല്ലാം. അപ്പോൾ എക്സ്പ്രഷൻ ഉണ്ട്. പിന്നെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സും അതുപോലെ യൂണിവേഴ്സിറ്റി ഉള്ളവർ പോയി ഇൻസ്പെക്ട് ചെയ്യണം. ഇൻസ്പെക്ട് ചെയ്ത് ഇത് നടത്താനുണ്ട്. കോൺഫിഡൻഷ്യൽ ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം പുറത്തു പോയാൽ പിന്നെ എല്ലാവരും ഇട്ട് അലക്കത്തില്ല. അതുവഴിയൊക്കെ നമ്മൾ അതിൻ്റെ ഇതെല്ലാം എൻഷുർ ചെയ്തിട്ടാണ് ഒരു സെൻറ്റർ, പിന്നെ ഒരു MOU പോലെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു എക്സാം സെൻറ്ററിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 60 എണ്ണം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സാം ടൈം ടേബിൾ ഫിക്സ് ചെയ്യുന്നത്. എത്ര പ്രോസസ്സിങ് മനസ്സിലായില്ല. അപ്പം നമുക്ക് ഇപ്പം മറ്റുള്ള റെഗുലർ കോളേജ് അവർ സ്വയം ഫെസിലിറ്റി, അവർക്ക് എക്സാം വരണമെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ ഇന്നത്തെ പരീക്ഷ നാളെ മാറ്റി, വേറെ ഒന്നും മാറുന്നില്ല. നമ്മൾ ഈ 60 എക്സാം സെൻറ്ററിനെ എടുത്തിട്ട് നമ്മൾ ടൈം ടേബിൾ ഇടും. അപ്പം കുട്ടികൾ പറയാം പരീക്ഷ നമുക്കിത് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഇന്നിപ്പം ഇവിടുത്തെ ഒരു ആർട്സ് കോളേജ് എടുത്തെന്ന് കുട്ടിക്ക് എക്സാമത്തിനായിട്ട് ഈ ഞായറാഴ്ച നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് അവർ ഫ്രീ ആയിരിക്കും. ഈ എക്സാം മാറ്റുമ്പം അവർ അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രീ ആയിരിക്കും. അവിടെ PSC ടെസ്റ്റ് നടത്തുന്ന സെൻ്റർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ സെൻ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ അൺഅവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു സെൻ്ററായിട്ട് നമുക്ക് പരീക്ഷ മാറ്റാൻ പറ്റത്തില്ല. ഇത് മാറ്റുമ്പം ഈ 60 സെൻറ്ററിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ അടുത്ത ഈ 60 പുതിയ ഡേറ്റിൽ ഈ 60 സെൻറ്റർ അവൈലബിൾ ആണോ എന്ന് നോക്കണം. അപ്പം കാണില്ല പകുതി എണ്ണം അൺഅവൈലബിൾ. അപ്പം പുതിയ 60 എണ്ണം 30 എണ്ണം ബാക്കി നമ്മൾ കണ്ടുപിടിക്കണം. അല്ല, ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ചില സമയത്ത് കുട്ടികൾ പറഞ്ഞാലും നമ്മൾ പരീക്ഷ മാറ്റി വെക്കാനുള്ള ഡിഫിക്കൽറ്റീസ്. അല്ലാതെ മറ്റുള്ള റെഗുലർ അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് ഈ റെഗുലറായിട്ട് ഒന്നും കമ്പയർ ചെയ്ത് രണ്ട് സിസ്റ്റം വന്ന് കുട്ടികൾ
അവർ ഒരിക്കലും റെഗുലർ കോളേജോട് ഇത് കമ്പയർ ചെയ്യാൻ പാടില്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ. അവർക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പമാണ്, അവർക്കൊന്നുമില്ല പേപ്പർ ഓർഡർ. നമുക്കിത് കംപ്ലീറ്റ് ഫിസിക്കൽ സിസ്റ്റം മൊത്തം മാറ്റേണ്ടി വരുന്നുണ്ട്. അല്ലാതെ നമുക്കൊരു ദിവസം പരീക്ഷ മാറ്റുന്നതന്നെ ലോകമൊന്നും ഇടിഞ്ഞു വീഴത്തില്ല, മാറ്റാം. പക്ഷെ മറ്റേ പിന്നെ ഈ സെൻറ്റർ കിട്ടില്ലെങ്കിൽ പിന്നെയും പരീക്ഷ 1 മാസം അങ്ങ് നീണ്ടു. കാര്യം ഞങ്ങൾ ഞായറാഴ്ചകളിലെ പരീക്ഷ നടത്തുന്നത്. മറ്റേ കോളേജ് റെഗുലർ ഡേയിലാണ് നടത്തുന്നത്, വർക്കിംഗ് അവേഴ്സിലാണ് നടത്തുന്നത്. വർക്കിംഗ് അവേഴ്സ് ഇവർ വില്ലിങ് ആണെങ്കിൽ നമുക്ക് ഇവർ പറയുന്ന ഡേറ്റിൽ പരീക്ഷ മാറ്റി നടത്തി കൊടുക്കാം. അടുപ്പിച്ച് പരീക്ഷ വില്ലിങ് ആണോ, നമുക്ക് ഒറ്റ ഡിലേ ഇല്ലാതെ പരീക്ഷ നടത്തി. പക്ഷേ നമ്മൾ ഈ 1 മാസം കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഞായറാഴ്ചയുള്ള പരീക്ഷ നടത്തുന്നത്. ഒറ്റ ഞായറാഴ്ച എല്ലാം ഹോളിഡേയ്സ്, ഒറ്റ ഞായറാഴ്ച ഫ്രീ ഇല്ല. അപ്പോൾ ഒക്ടോബർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പരീക്ഷ അനുസരിച്ച് നീണ്ടുപോകും. അപ്പം മറ്റുള്ള റെഗുലർ കുട്ടികളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു സെമസ്റ്റർ നമ്മൾ സ്ക്യൂ ചെയ്യേണ്ടി വരും. ഇതാണ് റിയലായിട്ട് സംഭവിക്കുന്നത്. അതായത് കുട്ടികളെ ടാക്സ് ചെയ്യാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ കുട്ടികളുടെ ഈ സിസ്റ്റം ഒന്നും ചേരുന്നൊന്നും മനസ്സിലാക്കണം. അത് അവർ ഒരിക്കലും റെഗുലർ കോളേജിലെ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോൾ അതിന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇത് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നപ്പം അഫക്റ്റഡ് ആയ കുറച്ച് പല കോളേജുകാരും അതുപോലെയൊക്കെ ഉണ്ട്. അപ്പം അവരിൻ്റെ പിന്നിലൊരു ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. അവരുടെ സ്വാർത്ഥതാല്പര്യം ഇതിന് ഇന്നഫിഷ്യൻ്റാണ്, ഇത് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, അത് എഫിഷ്യൻസി കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പരാതി ഇതുപോലൊക്കെ വരുമ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വല്ലാതെ ബൂം ചെയ്ത് ഒരുപാട് ജനങ്ങളെ തെറ്റി. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഈ പറയുന്ന പരാതികളിൽ ഒരു 60% ഇല്ലാത്ത പരാതികളാണ്. ഒരു 40% ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. 40% കുറച്ച് ജെനുവിൻ പരാതികളുണ്ട്. ബാക്കി ഒരു മെജോറിറ്റി പരിപാടിയും ശരിക്കും എക്സാജറേറ്റഡ് ആണ്. എനിക്ക് ഉറപ്പായിട്ട് ഞാൻ വൈസ് ചാൻസലർ, ഞാൻ വന്നിട്ട് ചുമ്മാതെ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. മക്കളെ നിങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കാര്യമല്ല. തീർച്ചയായും മക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അന്വേഷിക്കാം. തീർച്ചയായും അല്ല വന്നിരുന്ന ഞങ്ങളത് മനസ്സിലാക്കി. ടോപ്പിലിരിക്കുന്ന വൈസ് ചാൻസലർ ഇങ്ങനെ പറയുമ്പോൾ വന്നിരുന്ന ഇല്ലാത്ത കാര്യം പറയാൻ പറ്റത്തില്ല. ഞങ്ങളത് മനസ്സിലാക്കി അന്വേഷിക്കാം. നാളെ എന്നോട് തന്നെ ചോദിക്കാം, സാർ എന്ന് പറഞ്ഞാൽ കള്ളവല്ലയോ. തീർച്ചയായും ഞങ്ങളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും. പിന്നിലൊക്കെ കുറച്ച് സ്വാർത്ഥ താല്പര്യവും ഉണ്ട്, പിന്നെ കുറച്ച് പൊളിറ്റിക്കൽ അജൻഡേഴ്സ് ഉണ്ട്. അതെ, എങ്ങനെ ഇതിനെ ഒന്ന് പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ബോധപൂർവമായ ഒരു നീക്കമൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ആരെയും പറഞ്ഞില്ല, ആരെയും കുറ്റപ്പെടുത്തൊന്നുമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യം. ഓരോരുത്തർക്കും ഓരോ ജനാധിപത്യ രാജ്യമല്ലേ, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല. പക്ഷേ ഫാക്ട്സ് എല്ലാവരും ഒന്നും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. ബാക്കി ആരും മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മക്കളേത് ശരിക്കും നിങ്ങൾ കോട്ട് ചെയ്ത് വെക്കേണ്ട സാധനമാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഓവർ എക്സാജറേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ യൂണിവേഴ്സിറ്റീനെ തകർക്കാനുള്ള, അങ്ങനെ സാറ് പരസ്യമായിട്ട് പറയുന്നല്ലെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, വലിയ പ്രശ്നങ്ങളൊന്നും സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല. എത്ര പേര് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്കൊരു കാറിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു, ചെറിയ ചെറിയ വീഴ്ചകളുണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഇത് തുടങ്ങിയത് തന്നെ. തുടക്കത്തിൻ്റെതായുള്ള 100% പെർഫെക്റ്റ് ആണ്, വീഴ്ചകളില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. വീഴ്ചകളുണ്ട്, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് തുടക്കത്തിന്റെ വീഴ്ചകൾ മാത്രമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. തുടക്കത്തിലുള്ള വീഴ്ചകൾ. 2 വർഷം കഴിയുമ്പോൾ ഒരു പരാതിയില്ലാതെ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് 100% ആയി വരുമ്പോൾ ഒരു പ്രോബ്ലം വരത്തില്ല. അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ അതുപോലെ അസൈൻമെന്റ് സാറ് പറഞ്ഞില്ലേ, നമ്മൾ ഈ തവണ ഓൺലൈൻ അസൈൻമെന്റ് ആക്കുക, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഫൈൻ അങ്ങനെയാണ് കുറെ കുട്ടികൾക്ക് മനസ്സിലായില്ലേ. അതാ ഞാൻ പറഞ്ഞു, ഈ വീഴ്ചകളിൽ നിന്നല്ലേ നമുക്ക് പഠിക്കാൻ പറ്റും. ഒബ്ജക്റ്റീവ് ടൈപ്സ് അസൈൻമെന്റ് ആവാൻ പോകുന്നൊക്കെ നല്ല പരിപാടി ഇടുന്നു. ഫൈൻ അത് വലിയൊരു മാറ്റമായിരിക്കും മക്കളെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ അതെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ എല്ലാ ഓൺലൈൻ സബ്മിഷന് ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ കുട്ടികളെ പരാതി ഞാൻ പറഞ്ഞില്ല, അവരുടെ കൺവീനിയൻസ് എന്താ അതിനനുസരിച്ച് നമ്മളിങ്ങനെ സിസ്റ്റം മോഡിഫൈ ചെയ്ത് എപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ഇവോൾവ്. തീർച്ചയായും അതെല്ലാവരും ഒന്നും അല്ലാതെ ഓവർനൈറ്റ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എന്നാൽ ചോദിക്കും ഇതെല്ലാം റെഡി ആയിട്ട് തുടങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചു. അതൊക്കെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. തുടങ്ങുക, കറക്റ്റ് ചെയ്ത് എപ്പോഴും സിസ്റ്റം കറക്റ്റ് ചെയ്ത് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങനെയൊക്കെ 100% പെർഫെക്റ്റ് ഏതെങ്കിലും തുടങ്ങിയായിട്ട് നമുക്കറിയാം. അതെ സാർ, ഈ മലയാളം ഭാഷയ്ക്ക് കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുത്തല്ലോ, മലയാളത്തിൽ എക്സാം എഴുതാനുള്ള ഒരു പരിഗണന കുട്ടിക്ക് കൊടുത്തല്ലോ, അത് കുറേ കുട്ടികളെ യൂണിവേഴ്സിറ്റിയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അതിൽ വാസ്തവമുണ്ടോ? ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് പഠിത്തുന്നത് 10, 30, 40 വർഷം കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ വരുന്നത്. അപ്പം നമ്മൾ ലാംഗ്വേജ് എല്ലാവർക്കും ഒരു പ്രോബ്ലമാണ്. അപ്പം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷയും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷൊക്കെ ഒഴിച്ച്, ലാംഗ്വേജ് ഒഴിച്ചിട്ട്, ഹിന്ദിയൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാം പരീക്ഷയും മലയാളത്തിൽ എഴുതാം.
ഇപ്പൊ ഇനി എന്നിട്ട് നമ്മളിപ്പം അതായത് നമുക്ക് ഭാവിയിൽ ഞാൻ പറഞ്ഞ ഇപ്പം മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് വെച്ചേക്കുന്നത്. അതായത് നമ്മൾ 40 to 50% കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് പോകണം. ഇപ്പം വെളിയിലായാലും ഇപ്പോൾ ഒരുപാട് പേര് വെളിയിൽ ഇവിടെ ഡിഗ്രിയും PG ചെയ്തിട്ട് വെളിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണ്, അപ്പോൾ അത് ഇംഗ്ലീഷ് വേണം. അത് നമുക്കിപ്പം മാറ്റുന്നില്ല. പക്ഷെ നമ്മൾ വേറെ 2-3 തീരുമാനം എടുത്തിട്ടുണ്ട്. ഒന്ന്, എല്ലാ പരീക്ഷയും മലയാളത്തിൽ എഴുതാം, ഈ ലാംഗ്വേജസ് ഒഴിച്ച്. പിന്നെ ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷില്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ 1500 രൂപയ്ക്ക് കൊടുക്കണം. ഇപ്പോൾ ഒരു മലയാളത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ 1500 രൂപ കൊടുക്കണം. അപ്പം നമ്മൾ അടുത്ത വർഷം മുതൽ ക്വസ്റ്റ്യൻ പേപ്പറുടെ മലയാളത്തിലാക്കാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫീസൊന്നും മലയാളത്തിലും ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഗ്രാജുവലി ചെയ്യും. സാറേ ഡൗട്ട് ഉണ്ട്, അതായത് ഇപ്പോൾ നമുക്ക് ടെസ്റ്റൊക്കെ കണ്ടില്ല, എല്ലാ ലാംഗ്വേജിലും ഉള്ള മലയാളത്തിലും ഉണ്ടാവും, ഇംഗ്ലീഷിലും ഉണ്ടാവും. ഫൈൻ. അത് വലിയൊരു നേട്ടം. കാരണം ക്വസ്റ്റ്യൻസ് കുറച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇംഗ്ലീഷിലാണെങ്കിൽ. ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയലുണ്ട് മലയാളത്തിലൊക്കെ. ഇന്നലെ കഴിഞ്ഞ സിൻഡിക്കേറ്റിലൊക്കെ ഡിസ്കഷൻ വന്നിട്ടുണ്ട്. ഇതൊക്കെയുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റെബിലൈസ് ആയിട്ട് നമ്മൾ മലയാളത്തിലൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം അതിന് വേണ്ടി അതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പ് ബുക്ക് ഫോമിലാണ് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, ഞാൻ വായിക്കാനേ പറ്റും. അപ്പം നമ്മൾ ഈ വർഷം മുതൽ PDF കൂടെ കൊടുക്കുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് ഏതെങ്കിലും ഒരു പോർഷൻ മനസ്സിലായില്ലെങ്കിൽ അവർക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അതിന് വേണ്ടി ഇത്തവണ നമ്മൾ PDF ഫയലിലൂടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും സർവീസുകൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട് നമ്മളല്ലേ. അത് ഞാൻ പറഞ്ഞത് ഫീസ് ന്യൂമറിക്കൽ വാല്യൂ വെച്ച് കമ്പയർ ചെയ്താൽ കൊടുക്കുന്ന സർവീസും കൂടെ. അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ തന്നെ ഒരു ട്രാൻസ്ലേഷൻ ഓപ്ഷനും കൂടെ കൊടുക്കാനുള്ള ഒരു സ്റ്റെപ്സ് നമ്മൾ എടുത്തു വരുന്നുണ്ട്. ഏതെങ്കിലും പുതിയ AI മോഡിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഡിഗ്രി കോഴ്സസിൽ കൊണ്ടുവരുന്നുണ്ട് സാർ? അതായത് AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി ഓർ PG കോഴ്സസ് എന്തെങ്കിലും? PG UG ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ തുടങ്ങി, ഞാൻ പറഞ്ഞില്ലേ, TK എഞ്ചിനീയറിംഗുള്ളതായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിന്റെ കൂടെ ഈ ഡിഗ്രി AI വിത്ത് ഡിഗ്രി കോഴ്സുകൾ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ സ്പെഷ്യലൈസേഷൻ പോലെ അത് നമ്മൾ ഇതിനകത്തുണ്ട്. നമ്മുടെ BCA BBA MCA നമ്മൾ ചെയ്യാൻ പരിപാടിയുണ്ട്, കൊടുക്കുന്നുണ്ട്. ലാബ് വേണമല്ലോ, അതായത് നമ്മൾ തിയറി പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അവർക്കൊരു അതിന് നമ്മൾ വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ AI പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഒരുപാട് കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, MOOC കോഴ്സ് അത് ഇവർക്ക് പഠിക്കാം. അതിന്റെ ക്രെഡിറ്റ് ഇതിനകത്ത് നമ്മൾ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റഡ് ആയിട്ട് IIT അതുപോലെ ഒക്കെ NIT അതുപോലെയൊക്കെ പഠിച്ച ഈ സ്വയം MBTL എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സൈറ്റില്ലേ, അതുപോലെ തന്നെ സൈറ്റിൽ നിന്ന് അവർക്ക് 2 കോഴ്സ് കൂടെ ഇത് ഇഷ്ടമുള്ള AI കോഴ്സൊക്കെ പഠിച്ചിട്ട് ആ ക്രെഡിറ്റിനോട്ട് കൂട്ടും. ഇതിലേക്ക് ക്രെഡിറ്റിനോട്ട് കൂട്ടാൻ പറ്റും. അത്രയും കുറച്ച് ബാക്കി ചെയ്താൽ മതി. പ്ലസ് ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ സർട്ടിഫിക്കേഷൻ കൂടെ കിട്ടുന്ന രീതിയിലാണ് അതിനകത്ത് കാണും. അവർക്ക് ആ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ, അവിടെ തന്നെ കിട്ടും. മറ്റൊരു സാധനം അവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ കൂടാതെ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് അവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തു. അവർക്ക് ഇഷ്ടമുള്ള ഇതുപോലെ ന്യൂ ജനറേഷൻ കോഴ്സ് അവർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിക്കാൻ പറ്റും. അതിന്റെ ക്രെഡിറ്റ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഈ ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു സാറിൻ്റെ വിഷനിൽ എവിടെ എത്തി നിൽക്കണം എന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? അതായത് കുട്ടികളിലേക്ക് എങ്ങനെയൊക്കെയാണ് കോഴ്സ് കൊടുക്കാൻ സാറ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നമുക്ക് ഇപ്പം ഒരു ബാച്ച് ഇറങ്ങിയാൽ നമുക്ക് NAAC അക്രഡിറ്റേഷന് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ NIR റാങ്കിങ് ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്കറിയാം അത് കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് വെച്ചാൽ അതിനുള്ള ഈവൻ പെർമനൻറ്റ് സ്റ്റാഫ് പോലും ഇല്ല. പക്ഷെ നമുക്ക് അറിയണമല്ലേ നമ്മൾ എവിടെ നിൽക്കുന്ന അറിയാൻ വേണ്ടി നമ്മളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ NAAC അടുത്ത വർഷം നമ്മൾ NAAC അക്രഡിറ്റേഷൻ പോവുക, എന്നാലേ നമുക്ക് അടുത്ത വർഷം അഡ്മിഷൻ നടത്താൻ പറ്റും. NAAC അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2-3 വരുന്നു. ഒന്ന് ഓൺലൈൻ കോഴ്സ് തുടങ്ങും. ലോകത്ത് എവിടെ ഇരുന്നാലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് പഠിച്ച് ഓൺലൈൻ എക്സാമും കൂടെ നടത്തി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് NAAC അക്രഡിറ്റേഷൻ കിട്ടിയാലേ നമുക്കത് തുടങ്ങാൻ പറ്റുന്നുണ്ട്. ഈ വർഷം നമ്മൾ NAAC അക്രഡിറ്റേഷൻ വന്ന് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഓൺലൈൻ കോഴ്സ് തുടങ്ങും. നമുക്ക് ഓൺലൈനായിട്ട് എക്സാം എഴുതാനുള്ള എല്ലാം കൂടെ രീതിയിൽ ഇന്ത്യയിലെ ലോകത്ത് എവിടെ ഇരുന്നാലും ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് പഠിക്കാൻ പറ്റുന്ന പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റിയ. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ രീതി വെച്ചിട്ട് നമ്മൾ ഓൺലൈൻ എക്സാമിനും കൂടെ ഉള്ള അത് വേറെ ഓൺലൈൻ ഇപ്പോഴത്തെ ഇപ്പം പഠിക്കുന്നില്ല, അതിനുള്ള ഓൺലൈൻ എക്സാം എഴുതാനുള്ള ഓപ്ഷൻ നമ്മൾ
കൊണ്ടുവരും. ഓ ഫൈൻ ഫൈൻ. അത് ഏകദേശം എത്ര വർഷം ഈ കൊണ്ടായിരിക്കും? അടുത്ത വർഷത്തോളം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര മാറ്റമായിരിക്കും, വിപ്ലവമായിരിക്കും അത് സാർ. അല്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എത്ര സമയം എടുക്കുമെന്ന് അതിൻ്റെ കുറച്ച് റെഗുലേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാസ്സായി. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയില്ലേ, അതെ 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 നമുക്ക് എല്ലാവരോടും ആൻസറബിളാണ്. അതെ 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 ഒരുപാട് ഹയർ അപ്പർ ബോഡീസ് ഉണ്ടല്ലേ, അതെ 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 അപ്പോൾ അതിനെല്ലാം ഒരു റെഗുലേഷൻ, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഇതൊക്കെ അതിനൊക്കെ ഉള്ള ടൈം ഡിലേ ഉള്ളു. അതെ. ഇതിനെല്ലാം തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നത് ഈ ഇത് വെച്ചിട്ട് നമ്മൾ കോപ്പി അടിക്കാതിരിക്കാനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടല്ലോ, പലരും ചെയ്യുന്നുണ്ട്. അതെ അതെ, അതും കൂടെ വന്നു കഴിഞ്ഞാൽ 100% എനിക്ക് അപ്പോൾ തോന്നുന്നു അത് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഇരുന്ന് കോഴ്സിന് ഭയങ്കര വരാതെ ചെയ്യാനുള്ള യൂസ്ഫുൾ ആയിരിക്കും അവർക്കൊക്കെ. ഇനി അങ്ങനെ അതായത് ഏതൊക്കെ ടൂൾസ് ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഡിജിറ്റലി എനേബിൾഡ് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റാൻ ഒരു വിത്തിൻ കുട്ടികളത് ജോയിൻ ചെയ്ത് അവരെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആയാലും അവരുടെ ID കാർഡ് ആയാലും മാർക്ക് ലിസ്റ്റ് ആയാലും അവർക്ക് ഡൗൺലോഡ് ചെയ്യാനും സിലബസ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ പോകും. എല്ലാം ഡീറ്റലൈസ് ചെയ്ത് നമ്മൾ എവിടെ ഇരുന്നാലും പരീക്ഷ എഴുത്തക്ക രീതിയിൽ ഉള്ള ക്ലാസ് വിപ്ലവം തന്നെ ആയിരിക്കും സാറേ, നോ ഡൗട്ട്. ഇത്തവണ നമ്മൾ 6 കോടി രൂപയാണ് ബഡ്ജറ്റ് വെച്ചേക്കുന്നത് ഇതിനു വേണ്ടി മാത്രം, ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഈ ഡിജിറ്റൽ ടെക്നോളജി വെച്ച് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ ബഡ്ജറ്റിൽ തന്നെ 6 കോടി രൂപ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ ഫുള്ളി. പിന്നെ നമ്മൾ വേറൊരു ഇന്നോവേഷൻ കൊണ്ടുവരുന്ന നമ്മളൊരു എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഡീറ്റെയിൽ ലൈബ്രറി ഉണ്ട്. അത് അവിടുത്തെ സ്റ്റുഡൻസിന് ആക്സസ് ആവുന്ന രീതിയിൽ ചെയ്തത്. ഇത് നമ്മളൊരു പബ്ലിക് ഡീറ്റെയിൽ ലൈബ്രറി, അത് കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ CSR ഫണ്ട് വെച്ച് നമ്മൾ ഒരു ഫണ്ടെല്ലാം സാങ്ഷനായി, അതിൻ്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക. അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഡീറ്റെയിൽസ് ചെയ്തതിനകത്ത് തരും. അപ്പം കുട്ടികൾക്ക് എവിടെ ഇരുന്നാലും ഇത് അവർക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ മൊത്തം പിന്നെ പബ്ലിക്കിനോട് ആക്സസ് ചെയ്യുന്നത്. ഭാവിയിൽ അത് അതിനകത്ത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഇത് വെറുതെ പറയുന്നതല്ല, ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്ന ഒരു ടൈം ഡിലേ ഉണ്ടല്ലോ, അതേ ഉള്ളൂ. അല്ലാതെ ഇത് ചുമ്മാതെ വന്ന് നമ്മളിങ്ങനെ പറയുകയല്ല, ഇതെല്ലാം ഇതിനുള്ള കോൺക്രീറ്റ് സ്റ്റെപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പബ്ലിക്കിനോട് ആക്സസ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്താലും പബ്ലിക്കിനെയും കൂടെ ആക്സസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു കോമ്പറ്റേറ്റീവ് എക്സാം ചെയ്യാനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ തുടങ്ങാനൊക്കെ ഉള്ള പരിപാടിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല എക്സാം ഓൺ ഡിമാൻഡിൻ്റെ ഓൺ ഡിമാൻഡ് എക്സാം, അത് അടുത്ത വർഷം തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് റെഡി ആയി വരുന്നുണ്ട്. അപ്പം ഈ പുറത്തുള്ള ആളുകൾക്ക് നമ്മളിപ്പം ഒരുപാട് പേര് കേരളത്തിന് വെളിയിൽ ഡിഫൻസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് വന്ന് പറയും, അപ്പോൾ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പലരും കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വർഷത്തിലോ 2 വർഷം കൂടുമ്പോൾ ലീവ് നേരുമ്പോൾ ഞങ്ങൾ ഇന്ന മാസം വരുന്നുണ്ട്, ഞങ്ങൾ പരീക്ഷ എഴുതാൻ റെഡിയാണ്. അപ്പം നമ്മൾ ഒരു കുട്ടിയായാലും 100 കുട്ടിയായാലും നമ്മൾ എക്സാം, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കിട്ട് AI ടൂൾ വെച്ചിട്ട് ഇവർക്കെല്ലാം ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് വെച്ച് ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. 100 പേര്. അപ്പോൾ നമ്മൾ പുതിയ ക്യാമ്പസ് തുടങ്ങാൻ പോകും, ഉണ്ടെങ്കിൽ സ്ഥലം എടുത്ത് 26 കോടി രൂപ. മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ 2-ാം തീയതി ബാലവൽ സാറ് അത് അൺവീൽ ചെയ്തു. ക്യാമ്പസ് തുടങ്ങാം. അത് അതിൽ ഓഫ്ലൈൻ ഈ പറഞ്ഞതുപോലത്തെ അവിടെ നമ്മൾ നല്ലൊരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ലാബ്, ഓൺലൈൻ ഫെസിലിറ്റീസ് എല്ലാം കൂടെ ചെയ്തൊരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഒരു ഉഗ്രൻ ക്യാമ്പസ് കൊണ്ടുവരാൻ പോവാണ്. അതിൻ്റെ മാസ്റ്റർ പ്ലാൻ എല്ലാം അപ്രൂവ് ആയി. അത് സ്റ്റുഡൻസിന് വന്ന് സ്റ്റേ ചെയ്യാൻ, ഇങ്ങനെ ഓൺലൈൻ എക്സാം എഴുതാൻ വരുന്നവർക്ക് അവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഹോസ്റ്റൽ സഹിതം. പിന്നെ ഒരു നല്ലൊരു മ്യൂസിയം, കൊല്ലത്ത് വലിയ മ്യൂസിയം ഒന്നുമില്ല. അപ്പോൾ അവർ ടെക്നോളജി എല്ലാം കൂടെ വെച്ചുള്ള ഒരു കൊല്ലത്തിൻ്റെ പുരാതന എല്ലാ സംസ്കാരം എല്ലാം പ്രതിഫലിക്കുന്ന ഒരു മ്യൂസിയം ഉണ്ടാക്കുന്നുണ്ട്. ഒരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങുന്നത് പബ്ലിക്കിനോട് അവൈലബിൾ ആയിട്ട്. അതുപോലെ നല്ലൊരു നീന്തൽക്കുളം നമ്മൾ പണിയുന്നത്, അത് ഈ മത്സരങ്ങൾ നടത്തുന്നതിനൊക്കെയുള്ള പറഞ്ഞില്ല. അതുപോലെ സ്പോർട്സ് ഫെസിലിറ്റീസ്, അതെല്ലാം പബ്ലിക്കിനോട് എന്തും പബ്ലിക്കിനോട് ആക്സസ് ആവുന്ന രീതിയിലാണ്. ഗംഭീര വിഷനാണ് ശരിക്കും. ഉഗ്രനൊരു ക്യാമ്പസാണ് വരാൻ പോകുന്നത്. സ്റ്റേറ്റ് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ സ്പോർട്സിൻ്റെ ഇതിൽ കളിക്കുന്നതിനുള്ള എല്ലാം ഫെസിലിറ്റീസ്, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, പ്രസ്, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്. ചുരുക്കി പറഞ്ഞാൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയതെല്ലാം കിട്ടാത്ത ഒരു കലാലയ ജീവിതം കുട്ടിക്ക് തിരിച്ചു പിടിക്കാനുള്ള അവരെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്തു കൊടുക്കുക. റെഗുലർ കോളേജിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടോ, നമ്മളെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ടാഗ് ലൈൻ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഈ ഏത് കോഴ്സും അവിടെ പഠിക്കാൻ പറ്റും. ടാഗ് ലൈൻ ആണ് ശരിക്കും. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോഴ്സും ഒരു ഹർഡിൽസും ഇല്ലാതെ, മാർക്കിൻ്റെതോ റിസർവേഷൻ്റെതോ ഇവാലുവേഷൻ്റെ ഒന്നുമില്ല. ആ മിനിമം എലിജിബിലിറ്റി എന്ന് വെച്ച് ഇതിനകത്ത് ഒരു ക്വാളിറ്റി കോംപ്രമൈസും ഇല്ല, തട്ടിക്കൂട്ടലല്ല, ഒരിക്കലുമല്ല. ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ എക്സാം നടത്തുമ്പോൾ സ്കോഡ് ഉണ്ട്, കോപ്പി അടിക്കാൻ സമ്മതിക്കത്തില്ല. അതിനൊക്കെ ഒത്തിരി പരാതി വരുന്നുണ്ട്. സ്ട്രിക്റ്റ് ആണ്, മറ്റേ തിരിയാൻ പോലും സമ്മതിക്കുന്നതിന്
അതിനകത്ത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് അത് ഞങ്ങൾക്ക് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതെ ലേണിംഗ് മെറ്റീരിയൽ കണ്ട അല്ലെങ്കിൽ അത് പഠിച്ചൊരു കുട്ടിക്ക് ആ ടെക്സ്റ്റ് ബുക്ക് കണ്ട ഒരാൾക്ക് മനസ്സിലാവും സാറേ നമ്മുടെ ക്വാളിറ്റി എവിടെയാണെന്നുള്ളത്. ഞാനത് മനസ്സിലാക്കിയാണ്. കാരണം കുട്ടികൾക്ക് നിർബന്ധം നമ്മൾ 35 ലക്ഷം രൂപ ഈ മെറ്റീരിയൽ കിട്ടുന്ന സാർ പരാതി വന്നില്ലേ. അപ്പം നമ്മൾ 35 UGCയുടെ ഫണ്ട് 1 കോടി രൂപ കിട്ടി. അതിൽ 35 ലക്ഷം രൂപ നമ്മളൊരു മിനി പ്രസ് ഇപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു റിസൾട്ടും കിട്ടില്ല, ഇമ്മീഡിയറ്റ്ലി പ്രിന്റ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റും. അല്ല, കൊടുത്തോണ്ടിരിക്കുക ഇപ്പം. അങ്ങനെയാണ് ഈ പരാതി കുറേ കുറഞ്ഞു. ഇപ്പം ടെക്സ്റ്റ് ബുക്ക് നേരിട്ട് കുട്ടികൾക്ക് എത്താൻ പോവാണ്. അതുപോലെ നമ്മളിപ്പം പണ്ട് LSC വഴിയാണ് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നത്. അപ്പം കുട്ടികൾ വന്ന് അപ്പം അത്രയും ഡിഫിക്കൽട്ടീസ് വന്നപ്പോൾ നമ്മൾ ഈ വർഷം മുതൽ പോസ്റ്റ് ഓഫീസുമായിട്ട് ചേർന്നിട്ട് ഡയറക്റ്റായിട്ട് പുസ്തകം അയക്കാനുള്ള പരിപാടി ആൾറെഡി ഒരെണ്ണമായി നമ്മൾ ഉദ്ഘാടനം ചെയ്ത് അത് ഈ ഇത് തൊട്ട് നമ്മൾ ഈ ഇൻടേക്ക് തൊട്ട് നമ്മൾ അയക്കുക. അടുത്ത വർഷം വരുമ്പോൾ ഈ വർഷം ജോയിൻ ചെയ്ത് കുട്ടികൾക്ക് അയക്കും കംപ്ലീറ്റ്. അടുത്ത വർഷം ബാക്കിയുള്ളവർ കൂടെ കൊടുക്കാനുള്ള പരിപാടി. അപ്പം പുള്ളിയൊക്കെ ഡയറക്റ്റ് തന്നെ കിട്ടും, വീട്ടിൽ തന്നെ കിട്ടും. ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ബുക്കും വീട്ടിലെത്താനുള്ള സ്റ്റെപ്പ് തുടങ്ങി. ഞാൻ കണ്ടു സാർ അതിൻ്റെ ഒരു ഫോട്ടോ, ഞാൻ ഉദ്ഘാടനം ചെയ്തൊരു ഫോട്ടോ എങ്ങാനും കണ്ടു. അപ്പം അതും നിങ്ങൾക്ക് ലേണിംഗ് മെറ്റീരിയൽസിന്റെ ഒന്നും വാങ്ങിക്കുന്നില്ല അഡീഷണൽ. അതെ ഫീസ് അഡീഷണൽ കൂട്ടിയിട്ടില്ല. പിന്നെ എന്തോ ഒരു 500 രൂപ എന്തോ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ലാത്ത ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സോഫ്റ്റ് കോപ്പി അതാ PDF കൊടുക്കാന്ന് വെച്ചാൽ അത് ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ ഒരു സെമസ്റ്റർ 500 രൂപ വേണ്ടാന്ന് വെച്ചാൽ. പക്ഷേ എല്ലാവരും എനിക്ക് പറഞ്ഞാൽ അത് ഒപ്റ്റായിരിക്കുന്നതല്ല, ഹാർഡ് കോപ്പിയും കൂടെ വേണം പഠിക്കാൻ. അതെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അവർക്ക്. ഈ ഹാർഡ് 3000 രൂപ കുറയും ഫീസിൽ. ഹാർഡ് കോപ്പി വേണ്ടാന്നുള്ള. അതെ ഹാർഡ് കോപ്പി വേണ്ടാന്ന് വെച്ചാൽ 3000 രൂപ നിങ്ങളുടെ ഫീസിൽ കുറയും. ഡിഗ്രിയിൽ 4 ഇയർ ആണെങ്കിൽ 4000 രൂപ പറയും. 4000 രൂപ കുറയും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. എത്ര രൂപ വെറുതെ കളയുന്നത് മൊബൈലിൽ നോക്കി. അതെ ഇപ്പൊ നമ്മൾ എല്ലാത്തിനും പിന്നെ റെക്കോർഡഡ് വീഡിയോ കൊടുക്കുന്നുണ്ട് എല്ലാ യൂണിറ്റ്സിനും. ഞാൻ കണ്ടു അതിന്റെ ഒരു തുടക്കം ഞാൻ കണ്ടു. അതിന് VFX ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അത് നല്ലോണം റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന അതേ പ്രൊസീജിയർ അവിടെ നമ്മൾ ചെയ്യുന്നത്. എഡിറ്റ് ചെയ്ത് അത്യാവശ്യം ഇതൊക്കെ കൊടുത്തിട്ട് ഫിഗേഴ്സ് ഒക്കെ കൊടുത്ത്. അതെ സാർ, എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹത്തിന് പുറത്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ സാറിപ്പോൾ ഞങ്ങളെ കഴിഞ്ഞ ദിവസം കണ്ടു, ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ സാറ് ഞങ്ങളെ പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഞങ്ങൾ മനസ്സിലാക്കി നല്ല കാര്യം ചെയ്യുന്നത് ഒരുപാട്. ഞാനിപ്പോൾ ഇന്ന് കണ്ടപ്പോൾ നിങ്ങൾ ബ്രോഷറൊക്കെ ഉണ്ട്, എല്ലാം ഓരോ സ്കിൽ ഓറിയൻറ്റഡ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, നമ്മളിതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് പ്രൂവ് ചെയ്ത് കുറേ നിങ്ങളെ പോലെയുള്ള എസ്റ്റാബ്ലിഷ് കുറേ നമ്മൾ ഒരു 50ഓളം കോഴ്സ് നടത്തുന്നത്. അപ്പം നിങ്ങൾ നല്ല കോഴ്സ് നടത്തുന്നത് ഞാൻ കണ്ടു. അത് വെച്ച് നമ്മൾ ഭാവിയിൽ നമുക്ക് അസോസിയേഷനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. ഭയങ്കര സന്തോഷമുണ്ട് സാറേ. കൂടാതെ നല്ല പ്രോഗ്രാം നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്തല്ലേ സാർ നമ്മൾ ഈ കുട്ടികൾക്ക് നമ്മളെ ഫെസിലിറ്റീസ് ഞാൻ കണ്ട് നല്ല ഫെസിലിറ്റീസ് അല്ലേ നമ്മൾ ഇങ്ങനെയുള്ള. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു രീതിയിൽ ഡൈല്യൂട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഫെസിലിറ്റീസ് കണ്ടപ്പോൾ ഐ എം ഇംപ്രസ്ഡ്. നമുക്കൊരു അക്കാഡമിക് കൊളാബറേഷൻ നമ്മൾ ഒരുപാട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഗവൺമെൻറ്റും പ്രൈവറ്റും. ഇപ്പോൾ ഈ കാലത്ത് ഗവൺമെൻറ്റും മാത്രമല്ല പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് കൂടെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെല്ലാവരും ഒക്കെ ഒന്നും മനസ്സിലായി. ഇതിനകത്ത് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. നമുക്ക് തീർച്ചയായും കാശ് ഉണ്ടാക്കി അങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ ഒന്നുമില്ല. നമ്മൾ കുട്ടികൾക്ക് നല്ല സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഒരു പേപ്പർ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ്. കൂടാതെ നമ്മളിപ്പോൾ പുതിയൊരു കാര്യം കൂടെ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല 50ഓളം ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ്. അതിന് നമ്മൾ 2 റെക്കഗ്നേഷൻ കൊടുക്കും. ഒന്ന് ഞങ്ങൾ കൊടുക്കുന്ന, ഒന്ന് നാഷണൽ കൗൺസിൽ ഓഫ് വെക്കേഷൻ എഡ്യൂക്കേഷൻ്റെയും കൂടെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ ഫൈനൽ സ്റ്റേജിൽ ഇനിയൊരു പ്രസൻറ്റേഷനേ ഉള്ളൂ. അപ്പം അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് എവിടെ പോയാലും യൂസ്ഫുൾ ആവും. കേരളത്തിന് വെളിയിലായാലും. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലേ. അവരതിൻ്റെ എംപ്ലോയി എല്ലാം വെച്ച് നല്ല സർട്ടിഫിക്കറ്റിന് ഒരു ഡൗട്ട് കൂടെ ഉണ്ട് സാറേ. കാരണം പല കുട്ടികൾക്കും സർട്ടിഫിക്കേഷനിലൊരു പ്രശ്നം ഉണ്ടോ എന്നൊരു തോന്നലുണ്ട്. കാരണം ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് പുറത്തുള്ള കൺട്രീസിൽ ഇതൊക്കെ അപ്രൂവ് ചെയ്യുമോ? അല്ലെങ്കിൽ നമ്മൾ NCVT കൂടെ നമ്മൾ വാങ്ങുന്നത് യൂണിവേഴ്സിറ്റി 2 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് എടുക്കാം, ഏത് കൺട്രീസിലേക്കും പോകാൻ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഇത് വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്ത് കാശ് വാങ്ങിച്ച് ചിലവാക്കുന്നുള്ളത്. നമുക്ക് കുട്ടികൾക്ക് അതുകൊണ്ട് നമ്മൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അത് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ലൈവ്ലിഹുഡോ അല്ല ജീവിക്കാനൊരു മാർഗം കിട്ടണം. ആ രീതിയിലാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പുതിയൊരു കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ എൻ്റർപ്രണർഷിപ്പിൽ ബാച്ചിലർ ഡിഗ്രി തുടങ്ങുന്നത്. നാനോ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടികളിലേക്ക് കൂടുതൽ അറിഞ്ഞിട്ടില്ല. നാനോ എൻ്റർപ്രണർ അതായത് ഇപ്പം കുടുംബശ്രീ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ചെറിയ ബിസിനസ്, അച്ചാർ ബിസിനസ്, അതുപോലെ കുറേ. അപ്പോൾ അവർ ഈ കോഴ്സിന് ചോദിച്ചാൽ 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, ആ ബിസിനസ് എങ്ങനെ വലുതാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, പ്രൊഡക്ഷനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, ഈ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം അതിനകത്ത്. ഇപ്പം നിങ്ങളൊരു ബാങ്കിൽ എങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുക്കണ്ടേ, ഫണ്ടിങ് എവിടെ നിന്നൊക്കെ ഫണ്ടിങ് സോഴ്സ് കിട്ടും, അതെല്ലാം ആ കോഴ്സ് പഠിച്ചാൽ കിട്ടും. ആ കോഴ്സ് പിന്നെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക്
പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ കോഴ്സ് ഫ്രെയിം ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഈ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് വരുന്ന ഇൻറ്റേൺഷിപ്പിനുള്ള ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. വെറുതെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പേപ്പർ വാല്യുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് കാശ് വാങ്ങിച്ച് പെട്ടിയിടുക എന്നുള്ളതല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് പഠിച്ച അവർക്ക് ഒരു ഡിഗ്രിയും കൂടെ കിട്ടും. ഇപ്പം 40 വയസ്സുള്ള ഒരു കുടുംബശ്രീ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ 35 വയസ്സുള്ള കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്നവർ ഈ ഡിഗ്രി എടുത്ത് അവർ ചെറിയ ബിസിനസ്, അപ്പോൾ നാളെ PSCയിലോ അല്ലെങ്കിൽ പ്രൈവറ്റിലോ ഒരു ജോലി വരെ ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ഡിഗ്രി വെച്ചിട്ട് ഈ ജോലിക്ക് കയറാം. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് ഒന്നുകൂടെ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ കോഴ്സ് അങ്ങനെ ചെയ്തേക്കുന്നത്. തീർച്ചയായും. അപ്പോൾ കംപ്ലീറ്റ്ലി വിഷൻ ഉണ്ട് എന്നുള്ളത് ധാരണയായി സാർ. ഇതൊക്കെ ആൾറെഡി ഉള്ള കാര്യമാണ്. ഈ നാണകണ്ഠ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ബാച്ചിലർ ഡിഗ്രിയിൽ ഒരു ഡിഗ്രി പ്രോഗ്രാം ചെയ്യുന്നത്. സാർ ഈ റെഗുലർ ഡിഗ്രിയും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഡിഗ്രിയും ആണല്ലോ ഭൂരിഭാഗം പേർക്കും പുറത്തുള്ള കൺട്രീസിലൊക്കെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നത്. ഓപ്പൺ ഡിഗ്രി അല്ലെങ്കിൽ റെഗുലർ ഡിഗ്രി. അപ്പോൾ നമ്മളെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞൊരു ഓപ്പൺ നമ്മൾ ഇപ്പോൾ ഒരു ബാച്ച് ഇറങ്ങി, നമ്മൾ അതിനകത്ത് ഈ സർട്ടിഫിക്കറ്റിനകത്ത് ഇതെല്ലാം ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണെന്ന് നമ്മൾ പർപ്പസ്ഫുള്ളി മെൻഷൻ ചെയ്യുന്നുണ്ട്. വേറൊരു യൂണിവേഴ്സിറ്റി മെൻഷൻ ചെയ്യാത്ത രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. UGC അപ്രൂവ്ഡ് ആണ്, ഇത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്, ഗവൺമെൻറ് ആക്ട് വരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് എവിടെ കൊണ്ടുപോയാലും കാണിച്ചാൽ മതി. ഇതിനകത്ത് ഒരു മായവും ഇല്ല, ഒരു മന്ത്രമില്ല. ഡിഗ്രി അതിനകത്ത് നമ്മൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും കാണാത്ത കാര്യം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മക്കളെ നിങ്ങൾ നോട്ട് ചെയ്തോ? UGC ഗവൺമെൻറ് ഓഫ് അപ്രൂവ്ഡ് ബൈ UGC ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് തന്നെ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ സംശയത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ സാറ് പറഞ്ഞിരിക്കുന്നത്. കാരണം സർട്ടിഫിക്കറ്റിൽ തന്നെ സാറ് നോട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെന്ന് സാർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കാതെ തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ധൈര്യമായിട്ട് പുറത്തുനിന്ന് കേൾക്കുന്ന ഇത് കേട്ട് വിശ്വസിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ വിളിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും എനി ടൈം നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ആ ഒരു ഫ്രീഡം ഞാൻ ഈ 70,000 ലേണേഴ്സിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ മറ്റൊരു വെറുതെ എന്താ കയ്യടി വാങ്ങുക അല്ലെങ്കിൽ ജനകീയ എന്ന് പറയാനൊന്നല്ല. ഇന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എത്ര പേര് ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ദിവസം ഒരു 3/4 മണിക്കൂറെങ്കിലും ഞാൻ സ്റ്റുഡൻസിൻ്റെ കഴിഞ്ഞ ദിവസം സാർ അവിടെ വന്നപ്പോഴും പറഞ്ഞു ഇന്ന് 20 കോൾ വന്നു. അപ്പോൾ അത്രയും കോൾ പേഷ്യൻ്റായിട്ട് ഞാൻ ചിലപ്പോൾ നമുക്ക് അവരെ ചേട്ടാ എൻ്റെ വേറെ വല്ലവരൊക്കെ ചിലപ്പോൾ ദേഷ്യം നമ്മൾ പേഷ്യൻ്റായിട്ട് കേട്ടിട്ട് ഒക്കുന്ന മറുപടിയൊക്കെ ഒക്കുന്നതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ആ സെക്ഷനിലോട്ട് പറഞ്ഞ് അവരെ കൊണ്ട് ഈവൻ കൺട്രോളറെ കൊണ്ട് തന്നെ ഞാൻ വിളിപ്പിക്കാറുണ്ട് കുട്ടികളെ. അതൊന്നും ഒരിക്കലും ഒരു ചെയ്യാത്ത കൺട്രോളർക്ക് നമ്പർ സാറേ ഇതൊന്ന് മറുപടി പറയാൻ പറഞ്ഞു. കൺട്രോളറും അതാ പറഞ്ഞു ഇതൊരു ടീം അപ്രോച്ചാണ്. ചിലപ്പോൾ രജിസ്ട്രാർക്ക് ഫോർവേഡ് അവരെ കൊണ്ട് വിളിപ്പിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഇത് എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവാണ്, അല്ലാതെ എനിക്ക് കേട്ടിട്ടുണ്ട് മറ്റുള്ള അതല്ല. ഇത് ഞാൻ പറഞ്ഞില്ല കൺട്രോളിൽ എത്ര പേരെ വിളിക്കുന്നുണ്ട്. വേറെ ഒരു യൂണിവേഴ്സിറ്റി ഞാൻ കേട്ടിട്ട് പോലില്ല. കൺട്രോൾ തന്നെ നേരിട്ട് പല കുട്ടികളുടെ സംശയങ്ങൾ, അതൊരു രജിസ്ട്രാർ, ഫിനാൻസ് ഓഫീസർ ഞാൻ ഫോർവേഡ് ചെയ്തപ്പോൾ അവർക്ക് വിളിക്കുമല്ലോ. അത് ഞാൻ പറഞ്ഞു ഇതൊരു ടീം കാണുന്നുണ്ട്. ചിലരൊക്കെ ഒരു നിമിത്തമാവുന്നേ ഉള്ളൂ. ഇപ്പം ടീമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റൂ. അത് എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു അപ്രിഹെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഇത് പിന്നെ ഞങ്ങളിപ്പോൾ വേറെ 2-3 പ്രോഗ്രാം ഉണ്ട്. ഏൺ ബൈ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഇൻകം നമ്മൾ അമേരിക്കയിലൊക്കെ കേട്ടില്ലേ, പാത്രം കഴുകാൻ പോകുന്ന അങ്ങനെയൊക്കെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത് പഠിക്കാനല്ലേ. അപ്പോൾ നമ്മൾ അവിടെ ഒരു 10-15 ജോബ് ചെയ്തിട്ട് ഇപ്പം ഈ SLM പാക്കിങ്, അതിൻ്റെ എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ്. അപ്പം ഇപ്പം അത് കഴിഞ്ഞ ആഴ്ചയാണ് ഇന്നാഗുറേറ്റ് ചെയ്തത്. അപ്പം താല്പര്യമുള്ള കുട്ടികൾക്ക് ഇപ്പം RC LSC ഇല്ല, അവിടെ ബുക്കൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാനും ഇഷ്യൂ ചെയ്യാനൊക്കെ ഉള്ള വലിയ എമൗണ്ട് ഒന്നും അല്ല, അവരൊക്കെ ഒരു ചെറിയ എമൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് പോലെ കൊടുത്തിട്ട് അവർക്ക് അതിപ്പം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതൊരു കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് വന്നിട്ട് അവർക്ക് ഇപ്പം അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ സൈറ്റ് റെഡിയായി വരുന്നുണ്ട്. താല്പര്യമുള്ള ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചെലവിനുള്ള കാശെങ്കിലും ചെറിയ എമൗണ്ട് നമുക്ക് കൊടുക്കാൻ അതൊരു വലിയ മുന്നേറ്റമാണ് സാർ. ലേൺ എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മൾ അതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. സാറേ എനിക്ക് ഇനി സാറിന് പേഴ്സണലി ഞങ്ങൾക്ക് തരാൻ എന്തെങ്കിലും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ, ഞങ്ങളെപ്പോലെയുള്ള അക്കാഡമികളിൽ സാറിൻ്റെ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ STUവിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മളിൽ ട്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സാറിൻ്റെ വഴി എന്തെങ്കിലും? അല്ല ഇപ്പം സ്പെസിഫിക്കായിട്ട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോരുത്തർ ഓരോ നിലയിലെത്തുന്നതിന് ഒരു സൊസൈറ്റിയിൽ നിന്നായാലും ഒരുപാട്
അപ്പോൾ ഈ കാലത്ത് ഒരാളെ സ്വന്തം കഴിവുകൊണ്ടൊന്നും വളരാൻ പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ ഡയറക്റ്റ്ലി പറയും. അപ്പോൾ അതിന് നമ്മൾ തിരിച്ചൊന്ന് റിട്ടേൺ കൊടുക്കുക. എന്ത് ചെയ്താൽ ആത്മാർത്ഥത്തോടെ സിൻസിയറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സില്ലേ? പൈസ വേണം, ലാഭം ഉണ്ടാക്കണം. എന്നാൽ ഇത് സസ്റ്റൈനബിലിറ്റി ഇമ്പോർട്ടൻ്റ്. അതിന് കാശ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇത് കാശുണ്ടാക്കുന്ന ഒരു പാവമൊന്നുമല്ല. നല്ല വഴി കൂടെ എത്ര കാശുണ്ടാക്കുന്നത് നല്ലത് തന്നെ. മനസ്സിലായില്ലേ? നമ്മുടെ മലയാള കുറച്ച് കാശുണ്ടെങ്കിൽ അതിൻ്റെ അഹങ്കാരങ്ങൾ അതൊന്നുമല്ല. അത് കാശ് നല്ല വഴി കൂടെ കാശുണ്ടാക്കണം. ആത്മാർത്ഥത ഉണ്ടാവണം. അവർക്ക് അതിനുള്ള ഒരു സർവീസും കൂടെ നമ്മൾ കൊടുക്കണം. ഒരാളെ വെറുതെ ചീറ്റ് ചെയ്ത് കാശുണ്ടാക്കുന്നുള്ള രീതിയിലുള്ള. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ശരിക്കും ഈ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അതിനകത്തൊരു ബിസിനസ് ഉണ്ട്. എന്നാലും അത് സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ പുണ്യത്തിനൊന്നും ഇക്കാലത്തൊന്നും ചെയ്യാൻ പറ്റത്തൊന്നും. ചിലപ്പോൾ കൂടി വന്നാൽ ഒരു വട്ടം ചെയ്യും, അതോടെ തീരും. ഇതൊന്ന് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് മോഡലൊക്കെ പറ്റും. എന്ന് വെച്ചാൽ ടാക്സ് ചെയ്യാത്ത രീതിയിൽ, കുട്ടികളെ പിഴിയാത്ത രീതിയിൽ, കുട്ടികൾക്ക് കുറച്ച് രണ്ടായിട്ടാണ്. ഒന്ന് നിങ്ങളും വളരും, കുട്ടികൾ സൊസൈറ്റിയിലോട്ട് എഡ്യൂക്കേഷനിലേക്ക് കൊടുക്കുന്നത്. അതിൽ നല്ലൊരു എൻവയോൺമെന്റ് ടൂൾ എന്ന് പറയുന്ന ലോകത്ത് വേറൊന്നും അല്ലല്ലോ. തീർച്ചയായും നമ്മളൊരു 10 രൂപ കൊടുക്കുന്നതിനേക്കാളും നല്ല ഒരാൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റും? തീർച്ചയായും നിങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങളുടെ ഫെസിലിറ്റീസ് ഒക്കെ ഞാൻ കണ്ടു. അതിൽ തന്നെ ഞങ്ങൾ സന്തോഷമായി. കാരണം സാറിനെ പോലെ ഒരാൾ ഒരിക്കലും എല്ലാവരെയും ഞാൻ വെറുതെ മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞൊന്നുമല്ല. കാര്യം സന്തോഷം. അത് കേട്ടാൽ മതി സാർ. കാരണം ഞങ്ങൾ സാറ് നല്ല ഇന്നോവേറ്റീവ് കോഴ്സസ് ഒക്കെ ഞാൻ കണ്ടു. അത് നല്ലത് തന്നെയാണ്. അത് കുട്ടികൾ കൂടെ ഗുണമാകുന്ന രീതിയിലുള്ള ഒരു പ്രൈസിങ് രീതിയിലൊക്കെ ചെയ്യണമെന്നാണ്. വെച്ചാൽ നമ്മുടെ ഒരു പാവപ്പെട്ട കുട്ടികളുണ്ട്, അല്ല അവർക്ക് സ്കോളർഷിപ്പ് ഫ്രീ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. സ്കോളർഷിപ്പ് സ്കീമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയാം, ഞാനിപ്പോൾ ഈ വർഷം 55 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് പഠിക്കാനുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളില്ല സാറേ 40% സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുന്നത്. ഫീസിൻ്റെ 40% സ്കോളർഷിപ്പ് പല കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഏറ്റവും ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഫീസ് മേടിക്കാതെ ക്ലാസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്നുള്ള ഫീസ് മാത്രം അടപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള നമ്മൾ ക്ലാസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അത് ഞാൻ ചുമ്മാ മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നുണ്ട്, സാറൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം. കാരണം ഒരുപാട് കുട്ടികൾ അങ്ങനെ എപ്പോഴും ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ ഒരു ഫീസ് പോലും മേടിക്കാതെ അത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കണക്കിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും 10 ബ്രാഞ്ച് നമ്മൾ നാളെ ഒരു കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഓർക്കപ്പെടത്തുള്ളൂ. നമ്മൾ പൈസ ഉണ്ടാകണം അതിൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യുമ്പോഴേ. ഞാനെപ്പോഴും തോന്നുന്നത് നമ്മളൊരു ഇന്നലെ ഞാൻ എത്തിയത് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേരെന്നെ തിരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ എനിക്കിത് റിട്ടേൺസ് കൊടുക്കാൻ പറ്റും. തീർച്ചയായും അത് പലരും മറന്നു പോകുന്നുണ്ട്. തീർച്ചയായും ഒരു പൊസിഷൻ എത്തി കഴിയുമ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞങ്ങളെല്ലാം ചെറുപ്പക്കാരല്ലേ. അതാണ് ഈ കാലം ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ മുന്നിട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ സൊസൈറ്റി വളരത്തുള്ളൂ. അതേപോലെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് തന്നെ വലിയ കാര്യമല്ലേ. സന്തോഷം സാറേ. അതാണ് ഈ ചെറുപ്പക്കാർ ഇതൊക്കെ ഇങ്ങനെ വേണം. ആറ്റിറ്റ്യൂഡുള്ള ചെറുപ്പക്കാരാണ് നമ്മുടെ ഈ ഇന്നാൾ കേട്ടത്. ഇന്നാണ്ട് 40%ഓളം 60% ഇന്ത്യയിലെ ഈ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ്, യുവത്വങ്ങളാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ ഈ നാഷണൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അതിനുള്ളൊരു മനസ്സ് വേണമെന്നേ ഉള്ളൂ. ഞങ്ങൾ ശരിക്കും സാറേ ആ സാറ് കയറി വരുമ്പോഴുള്ള 150 സ്ക്വയർ ഫീറ്റിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമുക്ക് 10 ബ്രാഞ്ചുകളുണ്ട്, 40,000-ത്തിനടുത്ത് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ കൊടുത്ത സർവീസാണ് സാർ. ഇപ്പം എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും ഈ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ സ്വന്തമായിട്ട് തുടങ്ങിയാൽ മതിയല്ലോ. അതിനുള്ള നമുക്ക് ഈ നാട്ടിൽ ജോലി കിട്ടാതെ എന്താണെന്ന് പറയാം. എല്ലാവരും ഈ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്തതുകൊണ്ടോ അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, അവിടെ എത്തിപ്പെടുന്നില്ല എന്നുള്ളത് സത്യം. ശരിയാണ്. ജോലിയുണ്ട്, അവസരങ്ങളുണ്ട്, തൊഴിലുണ്ട്, നമ്മളങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റുഡൻസ് അവിടെ എത്തപ്പെടുന്നില്ല എന്നുള്ള, അല്ലാതെ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ അവസരങ്ങളുണ്ട്, അവിടെ എത്തപ്പെടുന്നില്ല. അതിനുള്ള ഒന്നാമത് ശ്രമിക്കുന്നില്ല. ഈ ഒരു ഡിഗ്രി എടുത്തുകൊണ്ട് ഇക്കാലത്ത് ജോലി കിട്ടും? ഒരിക്കലും ഇല്ല. ഡിഗ്രി മാത്രമായതുകൊണ്ട് ജോലി കിട്ടില്ല. നിങ്ങൾ റാങ്ക് വാങ്ങിച്ചാലും ജോലി കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞ പലപ്പോഴും സെക്രട്ടറിൻ്റെ പലരും സമയം ഞാൻ ഡിഗ്രി പാസ്സായി റാങ്ക് ഉണ്ട്, എനിക്ക് സർക്കാർ ജോലി എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റും. ശരിയാണ്. സർക്കാർ ജോലി കിട്ടിയ പിന്നെ മറ്റു ജോലികൾക്ക് ഇവിടെ ആളുകൾ ഉണ്ടായിപ്പോലെ. ജോലി വേണം, ജോലി വേണ്ടെന്നു പറഞ്ഞാൽ പഠിച്ചുകൊണ്ട് ഡിഗ്രി എടുത്തുകൊണ്ട് ജോലി കിട്ടും. അതിന് നമ്മൾ എക്യുപ്ഡ് ആവണം. ഞാനൊരാളെ ജോലിക്ക് എടുക്കുമ്പം ആ ജോലിക്ക് നിങ്ങൾ പ്രാപ്തനാണോ എന്ന് നോക്കിയിട്ടല്ലേ എടുക്കാൻ പറ്റും. അല്ല നിങ്ങൾ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് എടുക്കാൻ പറ്റും? ഒരിക്കലും. അത് ഈ ഓരോ സ്റ്റുഡൻസും മനസ്സിലാക്കണം. തീർച്ചയായും. അതിന് ഞാൻ പറയുന്നത് ഈ
ജോലിക്ക് വേണ്ടി പഠിക്കുന്നുണ്ടോ ജോലി കിട്ടാത്ത? അതൊരു സത്യാവസ്ഥയാണ്. ഭൂരിഭാഗം പേര് ഇവിടെ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ജോലി കിട്ടാത്തത്. അതിന് വേണ്ടത് ഒരു കരിയർ പ്ലാനിങ്, ഒരു കരിയർ നിങ്ങൾ സെലക്ട്, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് ജോലിയും കിട്ടും, കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ജോലിക്ക് വേണ്ടി പഠിക്കല്ലേ. നമ്മുടെ കുട്ടികൾ നിങ്ങളോട് എല്ലാവരോടുമാണ്, നിങ്ങൾ ഒരിക്കലും ജോലിക്ക് വേണ്ടി പഠിക്കേണ്ട. സാറിൻ്റെ മാത്രമല്ല, ഇതൊരു എനിക്ക് തോന്നുന്നതാണ് ഒരു പൊതുവായ തത്വം തന്നെയാണ്. സാറ് പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. കാരണം നിങ്ങൾ ജോലിക്ക് ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ട്. അതെ, ഓരോ സ്പേസ് അത് നിങ്ങൾ ഐഡൻറ്റിഫൈ. എനിക്ക് ഏത് ജോലി പോയാലും കരിയർ ബിൽഡ് ചെയ്ത് എനിക്കത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ചിലപ്പോൾ സ്വന്തമായിട്ട് നിങ്ങളെപ്പോലെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനോ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും എന്തിനാണ് ജോബ് സീക്കേഴ്സ്, ജോബ് പ്രൊവൈഡർ ആവുക. തീർച്ചയായും അതിനുള്ള അവസരം ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് 100ഓളം സ്റ്റാഫുകളുണ്ട് സാറേ. അതാ ഞാൻ പറഞ്ഞു, അതല്ലേ ആവണ്ട, ജോബ് പ്രൊവൈഡർ ആവുക, ജോബ് സീക്കേഴ്സ് ആവണ്ട. അതെ അതെ. എല്ലാവരും അല്ലാതെ എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചിട്ട് ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ കാലത്ത് കിട്ടത്തില്ല. സ്കില്ല് പണ്ടൊരു സ്കില്ല് 25 വർഷം എൻ്റെ ഗ്യാരണ്ടി. ഇപ്പം 3 വർഷം കഴിയുമ്പോൾ റീസ്കില്ല് ചെയ്യാൻ പറ്റും. അതാണ് അപ്പോൾ എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ള, ഈ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റും അതെല്ലാം അക്വയർ ചെയ്യുന്ന വെച്ചാൽ നാളെ എന്താ വരുന്നതെന്ന് അറിയാൻ പറ്റും. എന്തിലോട്ടാണ് സ്വിച്ച് ചെയ്യുന്നത് നമുക്ക് പോലും അപ്പോൾ ഈ സമയത്ത് എന്തൊക്കെ സ്കില്ലിന് പഠിക്കാൻ പറ്റുമോ അതെല്ലാം. ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഈ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോലി, അത് അതിൻ്റെ ആപ്ലിക്കേഷൻ. ഇത് ചിലപ്പോൾ നിങ്ങൾ ഈ പഠിച്ച് ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. സീരിയസ്ലി ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മളൊരു കാര്യം 40 സ്റ്റുഡൻസ് പഠിപ്പിച്ചാൽ 40 രീതിയിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നത്. അതെ അതെ അതെ. എല്ലാവരും പറഞ്ഞ് ഫേസ്ബുക്കിലല്ലേ A+B² = A² + 2AB + B². ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ അയാൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അയാൾക്ക് അത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതാണ് എൻ്റെ പരമാർത്ഥം. അത് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ, മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. ഇത് എവിടെയാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് എവിടെയാണെന്ന് അത് ഇതുവരെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള കമൻറ്റ് ഫേസ്ബുക്കിൽ ഐഡി വാങ്ങാനും. സീരിയസ് അല്ലേ. ഈ ഇടയ്ക്ക് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വലിയ എഴുത്തുകാരൻ പറഞ്ഞിട്ട്, കേരളത്തിൽ ഞാനൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഒരാൾ പറയാൻ പാടില്ല. നമ്മൾ എല്ലാവരും എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ, നമ്മുടെ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞ് ജീവിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതെന്തെന്നറിയാം, എല്ലാത്തും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ സാർ, എല്ലാത്തും നമ്മൾ പഠിക്കുന്നുണ്ട്. സിസ്റ്റത്തെ എല്ലാവരും സ്വന്തം ഇപ്പം ജോലി കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമാണ്, അങ്ങനെ എന്തിനാ പറയാൻ പറ്റുന്നത്? കാരണം അവരെ കഴിവുകേടിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞാൽ മതി. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് അത് സിസ്റ്റത്തിൽ നിന്നല്ലേ ഓരോരുത്തർ. തീർച്ചയായും കഴിവുകേടിനെ മറയ്ക്കാൻ വേണ്ടി തന്നെയാണ് സിസ്റ്റം. ഞാനും ഒക്കെ ഒരു പൊതുവിദ്യാലയത്തിൽ, അത് 40 വർഷം മുമ്പുള്ള ഒരു സർക്കാർ സ്കൂളിൽ മലയാളം എഴുതി പഠിച്ച ആളാണ്. മനസ്സിലല്ലേ? അപ്പം സിസ്റ്റത്തെ എനിക്ക് കുറ്റം പറയാം. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടല്ലേ ഞാനിവിടെ എത്തി. അപ്പം അത് നമ്മുടെ കഴിവുകേട് മറയ്ക്കാൻ എനിക്കും സിസ്റ്റത്തെ കുറ്റം പറയുന്നത് ഒരിക്കലും നല്ലതൊന്നുമല്ല. സിസ്റ്റത്തിൽ പാളിച്ചകളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ രക്ഷപ്പെടുമോ? നമ്മൾ അതിൻ്റെ കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കും ആർക്കും നമ്മൾ കൂടെ എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. അത് കണ്ടെത്തുക, അതിനനുസരിച്ച് ട്രൈ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പുറത്ത് ഓരോരുത്തർക്കും പറ്റും. അല്ലാതെ ഒരു ഡിഗ്രി എടുത്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല, അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റത്തെ ഒന്നും കുറ്റം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറ്റങ്ങളൊക്കെ ഇല്ലാത്ത ഏതെങ്കിലും പെർഫെക്റ്റ് ഏതെങ്കിലും ഉണ്ടല്ലോ സാറേ? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ലോകം എന്നാന്ന് ഇല്ലാത്ത അതിൻ്റെതായ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് കുട്ടികളോട്, നിങ്ങൾ ജോലിയല്ല എൻ്റെ കരിയർ നോക്കുക. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് എടുത്ത ഓരോരുത്തരുണ്ടല്ലേ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന, ഈ ഗംഗാ ശശി എന്ന് പറഞ്ഞ് വായിക്കുന്ന, ഇപ്പോൾ വിഘ്നേഷ് പുത്തൻ നിങ്ങളുടെ നാട്ടുകാരനാണ്ടല്ലേ, ക്രിക്കറ്റിൽ പോയി. മുകേഷ് എന്ന് പറഞ്ഞ ചെസ്സിൽ പോയി. ഇവരൊന്നും പഠിച്ച് ജോലിയല്ലല്ലോ. അവരുടെ ഫാഷൻ, ഇതെന്ത് ചെയ്താൽ ഫാഷനോടെ ചെയ്യുക എന്നതാണ്. ഫാഷനാക്കി മാറ്റിയെടുത്ത് അത് മനസ്സിലോട്ട് കൊണ്ടുവരാം, ഡിസൈറാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് ഡിസൈറാക്കി മാറ്റിയെടുത്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കരിയർ പ്ലാനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ തൊഴിലില്ലായ്മ അത് ചെയ്യാത്തതുകൊണ്ടാണ് ജോലി കിട്ടാത്തത്. സാർ ഒരു കാര്യം ഞാൻ കാണിച്ചു തന്നോട്ടെ, നമ്മളെ കലണ്ടർ ഒന്ന് എടുക്കുന്നുള്ളൂ സാർ. നമ്മളിവിടെ സാറിൻ്റെ അവിടുത്തെ അക്കാഡമിക് കലണ്ടർ പോലെ തന്നെ നമുക്കും ഇവിടെ ഒരു കലണ്ടർ ഉണ്ട്. ഒരു കുട്ടിക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, SGO യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് ഏതൊക്കെ ഡേറ്റിൽ എന്തൊക്കെ കൊടുക്കണമെന്ന് വെൽ പ്ലാൻഡ് ആണ് ശരിക്കും ഞങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു കലണ്ടർ ഉണ്ടാക്കുകയും അതിനുവേണ്ടി വ്യക്തമായൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുകയും ഒരു സിസ്റ്റം തന്നെ നമ്മൾ പൊളിച്ചെഴുത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഐഡിയ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. സാറിൻ്റെ അവിടെ ഒരു അക്കാഡമിക് കലണ്ടർ ഉണ്ടല്ലോ, അത് രണ്ടും തമ്മിൽ ഏകദേശം ഇതേപോലെ തന്നെയാണോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ?
ഇല്ല അത് ഇനി പെട്ടെന്ന് ഇത് ഇങ്ങനെയൊക്കെ തന്നെ നമ്മളിങ്ങനെ ഓരോ കോഴ്സ് തുടങ്ങുന്ന, എന്താണ് പരീക്ഷ തുടങ്ങുന്ന, നമ്മൾ ഈ ഷെഡ്യൂൾ എല്ലാം കൊടുക്കുന്നുണ്ട്. എക്സാം ഷെഡ്യൂൾ, കൗൺസിലിങ്ങിന്റെ, അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ്, എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോ രീതിയിൽ കലണ്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഈ 3 വർഷത്തെ കിട്ടണം എന്തൊക്കെയാണ് കലണ്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ പരീക്ഷ എന്ന് തുടങ്ങും. പരീക്ഷ അപ്പോൾ അവർക്ക് അനുസരിച്ചിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനും ഒന്നും മിസ്സാവാത്ത രീതിയിൽ പ്ലാൻ, അതല്ലേ കലണ്ടറിന്റെ പർപ്പസ് എന്നൊക്കെ പറയുന്നത്. നമ്മളിവിടെ ഓരോ കുട്ടിക്കും എന്തൊക്കെ കൊടുക്കണം, ഓരോ ഡേറ്റിൽ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് പിന്നെ ഇതൊക്കെ നല്ല യൂസ്ഫുൾ അല്ലേ. ഇന്നോവേഷൻ, അതായത് ഞാൻ എപ്പോഴും പറയാനുള്ളത്, നമ്മളൊരു ഒരാളൊരു പൊസിഷൻ എത്തുമ്പോൾ അയാളുടെ രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറയണം. തീർച്ചയായും. എന്നാലും സിസ്റ്റം, അല്ലാതെ ഉള്ള സിസ്റ്റം ഫോളോ ചെയ്തിട്ട് ഇരിക്കാനാണെങ്കിൽ നമ്മുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ നേരത്തെ ഒരു വയസ്സാണ് നിന്ന് പുള്ളി കുറെ കാര്യം ചെയ്തു വെച്ചു നല്ല. അപ്പൊ അടുത്ത ആള് വരുമ്പോൾ അതിന്റെ സ്റ്റെപ്പിലോട്ട് വളർത്താനുള്ള, അപ്പൊ അതിന്റെ അടുത്ത ആള് വരുമ്പോൾ അന്നല്ലേ സിസ്റ്റം ഉള്ളത്. അല്ലാതെ ഒരു റൂൾ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കാ, അതിനകത്ത് നിന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള രീതിയിൽ ഇന്നോവേഷൻ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റണം ഏത് പൊസിഷൻ. തീർച്ചയായും. എന്നാലേ നമ്മുടെ സിസ്റ്റം വളരും. നല്ല രീതിയിലേക്കുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റണം. എന്തായാലും ഇത്രയും സമയം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ, സാറിന് പോകാനുള്ള സമയമായിട്ടുണ്ട്. നാളെ രാവിലെ പോകാനുള്ളതാണ്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളോടും, നമ്മുടെ ഫിഷർ ബസിൻ്റെ ശ്രോതാക്കളായ എല്ലാ കുട്ടികളോടും പറയാനുള്ളത്, മക്കളെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയത്. സാറിനോട് നേരിട്ട് നിങ്ങൾ ഉന്നയിച്ച സംശയങ്ങളൊക്കെ ഭൂരിഭാഗം എനിക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സാറിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് സാറ് തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ ഞങ്ങളെക്കൊണ്ടാവുന്നത് പോലെ സാറിനോട് ചോദിച്ച് നിങ്ങളെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ വലിയ സന്തോഷം മക്കളെ. എല്ലാവരും സാറിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം എൻ്റെ പേരിലും, എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലും, എൻ്റെ മക്കളുടെ പേരിലും, ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മക്കളുടെ പേരിലും സാറിനോട് വലിയ നന്ദി പറയണം സാറേ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.